ഹായ്, എല്ലാവർക്കും സ്കിലോറയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ജിയോഗ്രഫീൻ്റെ വെതർ ആൻഡ് ക്ലൈമറ്റ് പോർഷനാണ് പഠിക്കുന്നത്. സോ എന്താണ് വെതറും ക്ലൈമറ്റും? നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വെതറും ക്ലൈമറ്റും എന്ന് പറയുന്നത് രണ്ടും ഒന്നാണ്. പക്ഷെ അങ്ങനെയല്ല, വെതറും ക്ലൈമറ്റും രണ്ടും ഡിഫറൻ്റ് ആണ്. വെതർ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആയ നമ്മുടെ ടെമ്പറേച്ചർ, നമ്മളെ പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷൻ, ഇതെല്ലാം ഒരു ഷോർട്ടർ പീരീഡ് ഓഫ് ടൈമിൽ കാണുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ക്ലൈമറ്റ് എന്തായിരിക്കും? ക്ലൈമറ്റ് എന്ന് പറയുന്നത് ദ ആവറേജ് വെതർ കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓവർ എ ലാർജർ ഏരിയ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വെതർ കണ്ടീഷൻസ് ഉണ്ടല്ലേ, അതായത് നമ്മുടെ ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, ഇതെല്ലാം ഒരു ലാർജർ ഏരിയയിൽ, ഒരു വലിയ ഏരിയയിൽ ഒരുപാട് നാളത്തേക്ക് അല്ലെങ്കിൽ മാസങ്ങളോ അത് ഏതാണ്ട് 30 വർഷത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് വരെ ഉണ്ട്. അപ്പം ഈ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആയ നമ്മുടെ ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി എല്ലാം ഒരു ലാർജർ ഏരിയയിൽ ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ വെതറും ക്ലൈമറ്റും നമ്മൾ പറഞ്ഞു. ഈ വെതറും ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് പ്രൈമറി ഫാക്ടേഴ്സ് ഉണ്ട്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം അത് ഏതെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആണ്. പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വിൻഡ് ആൻഡ് ഹ്യൂമിഡിറ്റി. അപ്പം 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് നമ്മുടെ വെതറിനെയും ക്ലൈമറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ് ആൻഡ് ഹ്യൂമിഡിറ്റി. സോ നമ്മൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ കുറിച്ച് പഠിച്ചു. ഈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സോ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇൻസൊലേഷൻ എന്താണെന്ന് അറിയണം. ഇൻസൊലേഷൻ എന്താണ്? ഇൻസൊലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് സർഫസിൽ വരുന്ന മാക്സ് ദ എമൗണ്ട് ഓഫ് സോളാർ റേഡിയേഷൻ, നമ്മുടെ സൺറൈസിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. സോ ഇൻസൊലേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ കോസ് ആണ്, അതായത് നമ്മുടെ സോളാർ റേഡിയേഷൻ നമ്മുടെ എർത്ത് സർഫസിലോട്ട് വരുന്ന സോളാർ റേഡിയേഷന്റെ എമൗണ്ട് ആണ് ആരും ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഇൻസൊലേഷൻ കാരണമാണ് നമ്മുടെ എർത്തിന് എന്തുണ്ടാവുന്നത്? ഹീറ്റ് ആവുന്നത്, നമ്മുടെ എർത്ത് സർഫസ് ഹീറ്റ് ആവുന്നത്. സോ ഇൻസൊലേഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു കോസ് ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇത് കാരണം ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് ആണെന്ന് നമുക്ക് പറയേണ്ടത്. അതായത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഹീറ്റിന്റെ മെഷർമെന്റ് ആണ്. സോ എന്താണ് ഇനി ഹീറ്റിംഗ് മെക്കാനിസം? ഹീറ്റിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ദ എർത്ത് സർഫസ് ഗെറ്റ് ഹീറ്റഡ് ഫസ്റ്റ് ബൈ നമ്മുടെ സോളാർ റേഡിയേഷൻ, നമ്മളെ ഇൻസൊലേഷൻ, അതായത് നമ്മളെ എർത്തിന്റെ സൂര്യന്റെ റേഡിയേഷൻ വഴി നമ്മളെ എർത്ത് സർഫസ് എന്താണ്? ഹീറ്റ് ആവുകയാണ്. ഈ ഹീറ്റ് എന്ത് ചെയ്യും? നമ്മുടെ സർഫസ് ഹീറ്റ് ചെയ്തിട്ട് നമ്മുടെ സറൗണ്ടിങ്സിലോട്ട് ഈ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യും. ഏത് വഴി? കുറച്ച് പ്രോസസ്സ് വഴി. ഇതാണ് നമ്മുടെ ഹീറ്റിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഹീറ്റിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ എർത്ത് സർഫസ് എങ്ങനെയാണ് ഹീറ്റ് ആവുന്നത്? ഇൻസുലേഷൻ വഴി. ആ ഇൻസുലേഷൻ വഴി നമ്മുടെ എർത്ത് സർഫസ് ഹീറ്റ് ആവുകയും ഈ ഹീറ്റായ എർത്ത് സർഫസ് അതിന്റെ സറൗണ്ടിങ്സിലോട്ട് ഈ ഹീറ്റ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ പ്രോസസ്സ് വഴിയാണ്. സോ ഏതൊക്കെയാണ് ആ പ്രോസസ്സ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് 4 പ്രോസസ്സാണ് നമുക്കുള്ളത്. ഫസ്റ്റ് പ്രോസസ്സ് ആണ് കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം നമ്മുടെ എർത്ത് സർഫസ് ഹീറ്റ് ആയെന്ന് വിചാരിക്കുക. നമ്മുടെ എർത്ത് സർഫസ് സൂര്യന്റെ റേസ് കാരണം, സൺറൈസ് കാരണം നമ്മുടെ എർത്ത് സർഫസ് ഹീറ്റ് ആവുകയും ഈ ഹീറ്റ് ആകുമ്പോൾ നമ്മുടെ എർത്ത് സർഫസിന്റെ മുകളിലായി കാണപ്പെടുന്ന എയറിലോട്ട് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. അതായത് നമ്മുടെ എർത്ത് സർഫസിന്റെ മുകളിൽ കാണപ്പെടുന്ന ആ കോണ്ടാക്റ്റിൽ വരുന്ന എയറിലോട്ട് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ആവും. ഇതിനാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺവെക്ഷൻ ആണ്. സോ കൺവെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് സർഫസ് ഹീറ്റ് ആവുമ്പം എർത്ത് സർഫസിന്റെ മുകളിൽ കാണപ്പെടുന്ന എയറും അതെന്തൊരു ഹീറ്റ് ആവും നമ്മൾ പറഞ്ഞു. ഈ ഹീറ്റ് ആ എയർ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്ത് അത് റൈസ് ചെയ്യും, അത് മുകളിലോട്ട് പോകും. എന്നിട്ട് ഈ മുകളിലോട്ട് പോയ എയർ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലെ എല്ലാ സ്ഥലത്തോട്ടും പോവുകയും ചെയ്യും. ഇതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. അഡ്വെക്ഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ കൺവെക്ഷൻ വെർട്ടിക്കൽ മൂവ്മെന്റ് ആണെങ്കിൽ അഡ്വെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആയിരിക്കും. അതായത് നമ്മൾ വിൻഡിന് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ആര് വീശുന്നത്? നമ്മുടെ ഹീറ്റ് വീശുന്നത്. അഡ്വെക്ഷൻ എന്ന പ്രോസസ്സ് എന്ന ഹീറ്റ് എന്ത് ചെയ്യും? വിൻഡിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് അഡ്വെക്ഷൻ എന്ന് പറയുന്നത്. കൺവെക്ഷൻ ആണെങ്കിൽ അത് വെർട്ടിക്കൽ മൂവ്മെന്റ് ആയിരിക്കും. സോ റേഡിയേഷൻ, അടുത്ത 4ാമത്തെ പ്രോസസ്സാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. സോ റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് സർഫസിലോട്ട് നമ്മുടെ സൺറൈസ് എങ്ങനെയാണ് വരുന്നത്? ഷോർട്ടർ വേവ്സ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഈ വന്ന ഷോർട്ടർ വേവ്സ് നമ്മുടെ തിരിച്ച് സ്പേസിലോട്ട്, അതായത് നമ്മൾ അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നത് എങ്ങനെയാണ്? ലോങ്ങർ വേവ്സ് ആയിട്ടായിരിക്കും. ഇതാണ് നമ്മൾ റേഡിയേഷനും ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് സർഫസിലോട്ട് വരുന്ന സൺറൈസ് എപ്പോഴും എന്താണ്? ഷോർട്ട് വേവ്സ് ആയിരിക്കും.
ഇതാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ എർത്തിലോട്ട് വന്ന ഈ റേഡിയേഷൻ എപ്പോഴും അറ്റ്മോസ്ഫിയറിലോട്ട് തിരിച്ചു പോകുന്നത് എപ്പോഴും ലോങ്ങർ വേവ് ലെങ്ത് ആയിട്ടായിരിക്കും പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ ഹീറ്റ് ബഡ്ജറ്റ് ആണ്. ഹീറ്റ് ബഡ്ജറ്റ് ഓഫ് ദ എർത്തിന്റെ ഹീറ്റ് ബഡ്ജറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എൻറ്റയർ എമൗണ്ട് ഓഫ് എനർജി റീച്ചിങ് ദ എർത്ത്, നമ്മുടെ എർത്തിലോട്ട് വരുന്ന അതായത് നമ്മൾ എർത്തിലോട്ട് നമ്മൾ പറഞ്ഞു സൺറൈസ് വരുവരെ, സൺറൈസ് എന്തായിട്ടാണ് വരുന്നത്? എനർജി, അത് എനർജി ആയിട്ടാണ് വരുന്നത്. ഈ വരുന്ന എനർജി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സൺറൈസ് എന്ന് പറയുന്നത് എന്താണ്? തിരിച്ച് അത് റേഡിയേറ്റ് ചെയ്ത് സ്പേസിലോട്ട്, അത് നമ്മൾ അറ്റ്മോസ്ഫിയറിലോട്ട് തിരിച്ചു പോകുന്നുണ്ട്. ഈ പ്രോസസ്സിനെയാണ് നമ്മുടെ ഇൻകമിങ് സോളാർ റേഡിയേഷൻ, അതായത് നമ്മൾ വരുന്ന ആ ഒരു ഇൻസലേഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ വരുന്ന ആ സോളാർ റേഡിയേഷന്റെ എമൗണ്ട്. അപ്പൊ ഈ വരുന്ന സോളാർ റേഡിയേഷന്റെ എമൗണ്ടും അതുപോലെ തന്നെ ഈ തിരിച്ചു പോകുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ വന്ന ഷോർട്ടർ വേവ് ലെങ്ത് ആയിട്ടായിരിക്കത്തില്ല ആര് പോകുന്നത്, നമ്മളെ ആ സൺറൈസ് പോകുന്നത്. അത് തിരിച്ച് ആ എനർജി എങ്ങനെയാണ് പോകുന്നത്? ലോങ്ങർ വേവ് ലെങ്ത് ആയിട്ടാണ് പോകുന്നത്. അപ്പം വരുന്ന നമ്മൾ ഇൻകമിങ് ആയിട്ടുള്ള സോളാർ എനർജിയും അതുപോലെ തന്നെ തിരിച്ചു പോകുന്ന ആ ഒരു ടെറസ്ട്രിയൽ എനർജിയും തമ്മിലുള്ള ആ ഒരു ഹീറ്റ് ബാലൻസിങ്ങിനെയാണ് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഹീറ്റ് ബഡ്ജറ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നമ്മുടെ ടെമ്പറേച്ചർ മെഷർമെന്റും അതുപോലെ നമ്മുടെ ഡെയിലി റേഞ്ചുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്കൊരു മാക്സിമം ടെമ്പറേച്ചർ റേഞ്ചും ഉണ്ട്, നമുക്കൊരു മിനിമം ടെമ്പറേച്ചർ റേഞ്ചും ഉണ്ട്. സോ മാക്സിമം ടെമ്പറേച്ചർ റേഞ്ച് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസത്തെ 2 PM നമ്മൾ മാക്സിമം ടെമ്പറേച്ചർ ഒരു ദിവസത്തിന്റെ 2 PM നമ്മൾ 2 മണിയാകുമ്പോഴാണ് നമ്മൾ ഏറ്റവും ഒരു റെക്കോർഡ് ചെയ്യുന്നത്. മാക്സിമം ടെമ്പറേച്ചർ ആ ഒരു ദിവസത്തിന്റെ മാക്സിമം ടെമ്പറേച്ചർ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴാണ്? 2 മണിയാകുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മൾ മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബിഫോർ സൺറൈസിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സമയമാണ് നമ്മുടെ മിനിമം ടെമ്പറേച്ചർ റേഞ്ച് ആയിട്ട് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് ആണ് എന്താണ് ഡൈയൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അതായത് ഡൈയൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളെ മാക്സിമം ടെമ്പറേച്ചറും നമ്മുടെ മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ഡൈയൂറിനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഡൈയൂറിനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ മാക്സിമം ടെമ്പറേച്ചറും നമ്മുടെ മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈയൂറിനൽ റേഞ്ച് അല്ലെങ്കിൽ ഡൈയൂറിനൽ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. സോ അടുത്തതായിട്ട് നമുക്ക് ഡെയിലി മീൻ ടെമ്പറേച്ചർ ഉണ്ട്. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് ടെമ്പറേച്ചർ റെക്കോർഡ് ഓഫ് ഒരു പർട്ടിക്കുലർ ഡേയുടെ ആവറേജ് ടെമ്പറേച്ചർ റെക്കോർഡാണ് നമ്മൾ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ ഡൈയൂറിനൽ റേഞ്ച് പറഞ്ഞു, ഇറ്റ്സ് മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഡെയിലി മീൻ ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കാം? മാക്സിമം ടെമ്പറേച്ചറിന്റെയും നമ്മുടെ മിനിമം ടെമ്പറേച്ചറിന്റെയും ഒരു ആവറേജ് ആണ് ആര്? ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെയിലി മീൻ ടെമ്പറേച്ചർ കിട്ടും. സോ നമുക്കിനി അടുത്തതായിട്ട് പഠിക്കുന്നതാണ് നമ്മൾ ഐസോതെർമ്സ് എന്ന് പറയുന്നത്. എന്താണ് ഐസോതെർമ്സ് എന്ന് പറയുന്നത്? ഐസോതെർമ്സ് എന്ന് പറയുന്നത് നമ്മുടെ മാപ്പിലെ ഈക്വൽ ടെമ്പറേച്ചർ വരുന്ന ഏരിയാസ് ആണ്. നമ്മളൊരു മാപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് കാണും? ഈക്വൽ ടെമ്പറേച്ചേഴ്സ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു കർവ്ഡ് ലൈൻസ്, അത് ഇമാജിനറി ലൈൻ ആണ് കേട്ടോ. അപ്പം ഈ ഇമാജിനറി ലൈൻ നമ്മുടെ മാപ്പിൽ ഒരേ സ്ഥലത്ത് ഈക്വൽ ടെമ്പറേച്ചർ കാണിക്കുന്ന ഒരേ സ്ഥലങ്ങൾ കൂട്ടി വരയ്ക്കുന്ന ഇമാജിനറി ആയിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള ഒരു കർവ്ഡ് ലൈൻസ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഐസോതെർമ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഈ ഫാക്ടേഴ്സ് ഏതെന്നൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് ഫാക്ടർ ഏതാണ്? ലാറ്റിറ്റ്യൂഡ് ആണ്. നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ആണ് ഫസ്റ്റ് ഫാക്ടറായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് ആണ്. മൂന്നാമത്തത് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ. നാലാമത്തത് ഡിസ്റ്റൻസ് ഫ്രം ദ സീ, അതായത് നമ്മുടെ സീയിൽ നിന്നുള്ള ഡിസ്റ്റൻസും. അഞ്ചാമത്തത് ഓഷൻ കറൻസ്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ റിലീഫാണ്. അപ്പം നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്, നമ്മൾ ടെമ്പറേച്ചർ ബെൽസുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ എർത്ത്, നമ്മുടെ ഭൂമി ഇതാണ്. അപ്പം നമ്മുടെ ഭൂമിക്ക് അടുത്തായി ആരുണ്ട്? നമ്മുടെ സൂര്യനുണ്ട്. സോ നമുക്ക് നമുക്ക് ഇക്വേറ്റർ ഉണ്ടല്ലേ, ഇക്വേറ്റർ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ സൂര്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് നമ്മുടെ സൂര്യൻ എർത്തിലോട്ട് വരുന്ന എമൗണ്ട് ഓഫ് സൺറൈസ് ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഇൻസലേഷൻ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മുടെ സൂര്യൻ ഇങ്ങോട്ട് വരികയാണ്, നമ്മൾ എർത്ത് സർഫസിലോട്ട് വരികയാണ്. എർത്ത് സർഫസിലോട്ട് വരാൻ നേരത്ത് എന്താണിത്? നമ്മുടെ സൂര്യനാണ്.
ഇത് നമ്മുടെ ഭൂമിയാണ്. സോ ഇതാണ് നമ്മുടെ ഇക്വറ്റോറിയൽ ഏരിയ എങ്കിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ, നമ്മുടെ ഹീറ്റ്, നമ്മൾ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവുന്നത്, ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? നമ്മുടെ ഇക്വറ്റോറിയൽ ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ വരുന്നത്. കാരണം സൂര്യനുമായിട്ട് സണ്ണിന് അവിടെയാണ് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നത്. എവിടെയാണ്? നമ്മുടെ ഇക്വറ്റോറിയൽ ഏരിയ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതാണല്ലേ പോളാർ റീജിയൻ. അപ്പം നമ്മുടെ ഇക്വേറ്ററിൽ നിന്ന് നമ്മുടെ എവിടെ പോകും? നമ്മുടെ പോളാർ റീജിയനിലോട്ട് പോകാൻ നേരത്ത് ഈ എമൗണ്ട് ഓഫ് സോളാർ റേഡിയേഷൻ എന്താണ്? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സോ ഇവിടെ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സോളാർ റേഡിയേഷൻ എപ്പോഴും കുറവാണ്. അതായത് ഇൻസലേഷൻ ഇവിടെ കുറവായിരിക്കും. ഇവിടെ ഇൻസലേഷൻ കൂടുതലാണെങ്കിൽ ഇവിടെ ഇൻസലേഷൻ കുറവായിരിക്കും ഉള്ളത്. അപ്പം നമ്മുടെ ഈ എർത്തിന് ഈ ഇൻസുലേഷൻ കിട്ടുന്നതനുസരിച്ച്, നമ്മുടെ സൺറൈസ് കിട്ടുന്നതനുസരിച്ച് നമ്മുടെ എർത്ത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 3 സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഭൂമി, ഇതാണ് നമ്മുടെ സൂര്യൻ, ഇതാണ് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്. സോ സൂര്യന്റെ റേസ് നമ്മൾ നോക്കപ്പോൾ അറിയാം നമ്മുടെ എർത്തുമായിട്ട് എന്താ അധികം ഡിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലേ. പക്ഷെ നമ്മൾ പോളാർ റീജിയൻസിലോട്ട് വരുവാണെങ്കിൽ അവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇക്വേറ്റർ ഏരിയാസിലാണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റലേഷൻ, അതായത് ഹീറ്റ് ഏറ്റവും കൂടുതലുള്ളത്, നമ്മുടെ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? നമ്മുടെ ഇക്വേറ്റർ ഏരിയയിലായിരിക്കും. പക്ഷെ നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് നമ്മൾ പോളാർ റീജിയനിലോട്ട് പോകാൻ നേരത്ത് ഈ ഒരു എമൗണ്ട് കുറഞ്ഞു വരികയും അതുകൊണ്ടാണ് പോളാർ റീജിയൻസിൽ തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. സോ നമ്മൾ ഈ ടെമ്പറേച്ചർ അനുസരിച്ച് നമ്മുടെ എർത്ത് നമ്മൾ 3 സോണായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഫസ്റ്റ് സോൺ ഏതാണ്? നമ്മുടെ ട്രോപ്പിക്കൽ സോൺ, അതായത് നമ്മൾ ഇക്വേറ്ററിന് അടുത്തുള്ള സോണാണ്. രണ്ടാമത്തെ സോൺ എന്ന് പറയുന്നത് നമ്മൾ ടെമ്പറേറ്റ് സോൺ ആണ്, അതായത് ഒരു മിഡ് സോൺ ആയിട്ട് വരും. മൂന്നാമത്തെ സോൺ എന്ന് പറയുന്നത് പോളാർ സോൺസ് ആണ്, അതായത് നമ്മുടെ പോൾസിന്റെ അടുത്ത് വരുന്ന സോൺസ് ആണ് പോളാർ സോൺസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 സോൺസ് കാണാം അല്ലേ. ഈ പറഞ്ഞ സോൺസ് മാറി നമുക്ക് 3 സോൺസ് വേറെ കാണാം. ദാറ്റ് ഈസ് ദ ടൊറിഡ് സോൺ. ടൊറിഡ് സോൺ എന്ന് പറയുന്നത് എന്താ? ഈ ടൊറിഡ് സോൺ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ നോക്കാം, നമ്മളെ സദേൺ ഹെമിസ്ഫിയർ നോക്കാം. അപ്പോൾ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഇക്വേറ്റർ, അതായത് ഈ ഇക്വേറ്റർ നടുക്കൂടെ പോകുന്ന ആ ഒരു സോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൊറിഡ് സോൺ എന്ന് പറയുന്നത്. അപ്പം ഇക്വേറ്ററിന് അടുത്തുള്ള ഒരു ഏരിയ ആണ്. ഇക്വേറ്ററിന്റെ അടുത്തുള്ള ഏരിയ ആകുമ്പോൾ തന്നെ അതിന്റെ പ്രത്യേകത എന്താ? അവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും. ഇനി നമ്മൾ ഈ ഒരു ഏരിയ നോക്കി, ഇതിനാണ് നമ്മൾ ടെമ്പറേറ്റ് സോൺസ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ടെമ്പറേറ്റ് സോൺസ് ആണുള്ളത്. നമുക്ക് നോർത്ത് ടെമ്പറേറ്റ് സോൺസ് ഉണ്ട്, സൗത്ത് ടെമ്പറേറ്റ് സോൺസ് ഉണ്ട്. ഈ നോർത്ത് ടെമ്പറേറ്റ് സോൺ, സൗത്ത് ടെമ്പറേറ്റ് സോൺസ് എന്ന് പറയുന്നത് അവിടെ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അടുത്ത് നമുക്ക് ഒരു ഫ്രിജിഡ് സോൺ ഉണ്ട്, അതായത് നമ്മൾ പോളാർ റീജിയനിൽ അടുത്ത് വരുന്ന സോൺസ് ആണ് എന്ത്? ഫ്രിജിഡ് സോൺസ് എന്ന് പറയുന്നത്. സോ ഫ്രിജിഡ് സോൺസ് എന്ന് പറയുന്നത് 2 തരമാണുള്ളത്. നോർത്ത് ഫ്രിജിഡ് സോണും ഉണ്ട്, സൗത്ത് ഫ്രിജിഡ് സോണും ഉണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ആൾട്ടിറ്റ്യൂഡാണ്. നമ്മൾ ഇത്രയും നേരം നമ്മൾ ലാറ്റിറ്റ്യൂഡാണ് പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ എന്താണ്? ആൾട്ടിറ്റ്യൂഡാണ് പഠിക്കുന്നത്. സോ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എലിവേഷനാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം ആൾട്ടിറ്റ്യൂഡ് നമ്മൾ എലിവേഷൻ കൂടാൻ നേരത്ത് നമ്മൾ എന്താണ്? നമ്മുടെ എലിവേഷൻ, അതായത് നമ്മൾ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് അവിടെ എന്താണ്? ടെമ്പറേച്ചർ എപ്പോഴും ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് നമ്മുടെ ടെമ്പറേച്ചർ കൂടാൻ നേരത്ത്, അതായത് നമ്മുടെ എന്താണ്? എലിവേഷൻ കൂടാൻ നേരത്ത്, നമ്മൾ ആൾട്ടിറ്റ്യൂഡ് കൂടാൻ നേരത്ത് അവിടെ എന്താ? ടെമ്പറേച്ചർ ഗ്രാജുവലി അത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു ഫാക്ടറാണ് എന്താണ്? നോർമൽ ലാപ്സ് റേറ്റ്. നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്ന ഒരു ടേം ആണ്. അതായത് നമ്മുടെ ആൾട്ടിറ്റ്യൂഡ്, അതായത് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ എലിവേഷനാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ആൾട്ടിറ്റ്യൂഡ്, അതായത് നമ്മൾ എലിവേഷൻ, നമ്മൾ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ടെമ്പറേച്ചറിന് ഉണ്ടാവുന്ന ആ ഒരു ഡ്രോപ്പ്, അതായത് ആ കുറവിന്റെ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 6.4 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ ആണ്. അപ്പൊ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ആൾട്ടിറ്റ്യൂഡിന്റെ കോൺസെപ്റ്റ് പഠിച്ചു. ആൾട്ടിറ്റ്യൂഡ്, അതായത് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാൻ നേരത്തെ നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന നേരത്തെ എപ്പോഴും അവിടെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആണ് വരുന്നത്. ആ ഡ്രോപ്പിന്റെ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ആര്? നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. എത്രയാണ്? 6.4 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന പോയിന്റ് ആണ് ദ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ. അപ്പൊ നമ്മൾ ലാൻഡും നമ്മൾ വാട്ടർ ബോഡിയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്ടർ ബോഡി എന്തായിരിക്കും? ലാൻഡ് എന്തായിരിക്കും? പെട്ടെന്ന് ഹീറ്റപ്പ് ആവും. നമ്മുടെ വാട്ടർ ബോഡിയായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്തെ നമ്മുടെ ലാൻഡ്സ് പെട്ടെന്ന് തന്നെ ഹീറ്റപ്പ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ കൂൾ ഡൗൺ ചെയ്യുന്നതും ആയിരിക്കും. നമ്മുടെ വാട്ടർ ബോഡി വെച്ച് നോക്കാൻ നേരത്തെ പെട്ടെന്ന് തന്നെ കൂൾ ഡൗൺ ചെയ്യുകയും ചെയ്യും. അതായത് നമ്മുടെ ലാൻഡ് കൂൾ ഡൗൺ ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫ്രം ദ സീ, നമ്മുടെ സീയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നമുക്കറിയാം സീ ബ്രീസും ലാൻഡ് ബ്രീസും എന്ന് പറയുന്ന 2 കോൺസെപ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. എന്താണ്? ലാൻഡിൽ നിന്ന് സീയിലോട്ട് വീശുകയും പിന്നെ തിരിച്ചെന്ത്? സീയിൽ നിന്ന് ലാൻഡിലോട്ട് വീശുകയും ചെയ്യും. ഇത് എന്തിനു കാരണമാവും? നമ്മുടെ കോസ്റ്റൽ റീജിയൻസിൽ ടെമ്പറേച്ചർ മോഡറേറ്റ് ചെയ്യാൻ കാരണമാവും.
ഓക്കെ. അപ്പം ഈ സീയിൽ നിന്ന്, അതായത് നമ്മളെ ലാൻഡിൽ നിന്നും സീയിലോട്ട് വീശുന്നതും അത് സീയിൽ നിന്ന് ലാൻഡിലോട്ട് എന്ത് വീശും? കാറ്റ് വീശും. ഈ കാറ്റ് വീശുന്ന കാരണം അത് നമ്മൾ സിംപ്ലി നമ്മളെ സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്ന ടേംസ് ആണ്. ഈ സീ ബ്രീസ് ലാൻഡ് ബ്രീസും തമ്മിൽ കാരണം നമുക്ക് എന്തുണ്ടാവും? ഈ കോസ്റ്റൽ റീജിയൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, തീരപ്രദേശങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഈ അവിടുത്തെ ടെമ്പറേച്ചർ മോഡറേറ്റ് ആക്കാൻ കാരണം തന്നെ എന്താണ്? ഈ ലാൻഡ് ബ്രീസും സീ ബ്രീസും ആണ്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് നമ്മൾ ഓഷൻ കറൻസ് ആണ്. അടുത്തതെന്ന് പറയുന്നത് റിലീഫാണ്. സോ റിലീഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ഒരു എലിവേറ്റഡ് റീജിയൻസിനാണ് നമ്മൾ റിലീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് ദ ടോപ്പോഗ്രഫി ആൻഡ് സ്ലോപ്പ് ഓറിയന്റേഷൻ അഫക്ട് ഹൗ മച്ച് ഡയറക്റ്റ് സൺലൈറ്റ് എ ലൊക്കേഷൻ റിസീവ്. നമ്മൾ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ടോപ്പോഗ്രഫി അല്ലെങ്കിൽ അവിടുത്തെ ഒരു എലിവേഷൻ, നമ്മൾ ആ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കും. എന്തിനു നിശ്ചയിക്കും? നമ്മുടെ ഒരു സൺലൈറ്റ് എത്രത്തോളം ആ ലൊക്കേഷനിൽ കിട്ടണമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ ടോപ്പോഗ്രഫിയാണ്. ഓക്കെ. സോ നമ്മൾ അടുത്ത് പറയുന്നത്, നമ്മൾ എത്രയും നേരം അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ആണ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തത് നമ്മുടെ ടേം ആണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത്. സോ എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേം ആണ്. നമ്മുടെ നമ്മുടെ എർത്ത് സർഫസിൽ അറ്റ്മോസ്ഫിയറിക് എയർ എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു വെയിറ്റ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. വെയിറ്റ് എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് എയർ ഇൻ ടു ദ എർത്ത് സർഫസ്. നമ്മൾ എർത്ത് സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിക് എയർ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ ആണ് എന്ത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. സോ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ അഫക്റ്റ് ചെയ്യുന്ന 3 മെയിൻ ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചർ ആണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് ആണ്, മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മളെ ഹ്യൂമിഡിറ്റി ആണ്. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് ആണ് ആരെ അഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ അഫക്റ്റ് ചെയ്യുന്നത്. സോ നമുക്കത് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ഉണ്ട് നമ്മൾ ടെമ്പറേച്ചർ ആണ്. സോ ടെമ്പറേച്ചർ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഇതൊരു സർഫസ് ആണ്, നമ്മൾ എർത്ത് സർഫസ് ആണ്. എർത്ത് സർഫസ് എന്താണ്? സൂര്യൻ, അത് നമ്മൾ സൺറൈസ് വരാൻ നേരത്ത് എന്താണ്? അത് ഹീറ്റപ്പ് ആവുമല്ലേ? നമ്മൾ എർത്ത് സർഫസ് ഹീറ്റപ്പ് ആവാൻ നേരത്ത് എർത്ത് സർഫസിൽ എന്തുണ്ട്? എയർ ഉണ്ട്. ഈ എയർ വാം ചെയ്ത് ഈ എയർ മുകളിലോട്ട് റൈസ് ചെയ്യും. ഇതിനെ അപ്പം അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സർഫസ്, നമ്മുടെ എർത്ത് സർഫസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എർത്ത് സർഫസ് ടെമ്പറേച്ചർ ഹീറ്റ് ആവാൻ നേരത്ത് എന്ത് ചെയ്യും? അവിടുത്തെ എയറും ഹീറ്റ് ആവുകയും അത് ലൈറ്റർ, അതായത് നമ്മൾ എയർ അവിടെ ഹീറ്റ് ആവാന്ന് വെച്ചാൽ ഡെൻസിറ്റി കുറയാണ് ചെയ്യും. അപ്പൊ ഡെൻസിറ്റി കുറയപ്പോൾ എന്താ അവിടെ നടക്കുന്നത്? അവിടെ എയർ ലൈറ്റർ ആയിട്ട് മുകളിലോട്ട് പോവുകയും ഇതവിടെ എന്തിന് കാരണം? ആ ഒരു പ്ലേസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയ്ക്കാൻ കാരണമാവും. സോ ഇതാണ് ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ ആൾട്ടിറ്റ്യൂഡ്. അതായത് നമ്മൾ എലിവേഷൻ നേരത്തെ പറഞ്ഞ കണക്ക് ആൾട്ടിറ്റ്യൂഡ് എങ്ങനെയാണ് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആൾട്ടിറ്റ്യൂഡ്, അതായത് നമ്മൾ എലിവേഷൻ ഇൻക്രീസ് ചെയ്യാൻ നേരത്ത്, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിന്റെ ഡെൻസിറ്റി ആണ് അവിടെ കുറയുന്നത്. അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിന്റെ ഡെൻസിറ്റി കുറയുകയും അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ കുറയുകയും ചെയ്യും. സോ ആൾട്ടിറ്റ്യൂഡ് എങ്ങനെയാണ് കാരണമാവുന്നത്? ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്താൽ നോർമലി എന്താണ് നടക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആ ഡിക്രീസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. സോ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രാജുവലി എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. സോ നമ്മൾ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി ആണ്. ഹ്യൂമിഡിറ്റി എന്താ? നമ്മുടെ വാട്ടർ വേപ്പർ, നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന വാട്ടർ വേപ്പറിന്റെ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. സോ ഹ്യൂമിഡിറ്റി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യണം. ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ വേപ്പറിന്റെ എമൗണ്ട് അല്ലേ. സോ ഈ ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ലൈറ്റ് വാട്ടർ വേപ്പർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? നമ്മുടെ വാട്ടർ വേപ്പർ മോളിക്യൂൾസ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന വാട്ടർ വേപ്പറിന്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എപ്പോഴും ലൈറ്റർ ആണ്. അതുപോലെ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന വേറെ ഹെവിയർ ആയിട്ടുള്ള ഗ്യാസസ് ഏതൊക്കെയാണ്? നമ്മുടെ നൈട്രജൻ, ഓക്സിജൻ. അതുപോലെ നൈട്രജൻ, ഓക്സിജൻ ആണ് നമ്മുടെ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഹെവിയർ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് എന്ന് പറയുന്നത്. സോ ഈ ഹെവിയർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിനെ ആര് ഡിസ്പ്ലേസ് ചെയ്യും? നമ്മുടെ ലൈറ്റർ ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾസ് ഡിസ്പ്ലേസ് ചെയ്യും. എപ്പോൾ? നമ്മുടെ ഹ്യൂമിഡിറ്റി കൂടാൻ നേരത്ത്. ഇതെന്തിന് കാരണമാവും? കോസിങ് ദ മോയിസ്റ്റ് എയർ ടു എക്സർട്ട് ലോവർ പ്രഷർ. അപ്പോൾ എന്ത് ചെയ്യും? ഡ്രൈ എയറിനെ കാട്ടി അവിടെ ഒരു ലോവർ പ്രഷറാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് നടക്കുന്നത്? ഹ്യൂമിഡിറ്റി കൂടാൻ നേരത്ത് കുറയും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ നേരത്തെ ഐസോതേർംസ് പഠിച്ചല്ലേ? ഐസോതേർംസ് എന്തായിരുന്നു? നമ്മുടെ മാപ്പിലുള്ള ഈക്വൽ പ്ലേസ്, നമ്മുടെ ടെമ്പറേച്ചർ ഈക്വൽ ആവുന്ന പ്ലേസ് കണക്ട് ആക്കി വരയ്ക്കുന്ന ആ ഒരു ഇമാജിനറി ലൈൻസ് ആണ് എന്ത്? ഐസോതേർംസ്. അതുപോലെയാണ് ഐസോബാർസ്. തേർംസ് മീൻസ് നമ്മളെ ടെമ്പറേച്ചർ. അപ്പൊ ഐസോബാർസ് എന്തായിരിക്കും? ബാർസ് എന്ന് പറയുന്നത് ഇവിടെ പ്രഷറിനെയാണ്
സൂചിപ്പിക്കുന്നത്. സോ ഐസോബാർസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ആയിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന, മാപ്പിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈൻസ് ആണ് ആര്, ഐസോബാർസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്ര നേരം അറ്റ്മോസ്ഫിയർ പ്രഷറിനെ കുറിച്ചാണല്ലേ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അതോടെ പഠിക്കേണ്ട കാര്യമാണ് എന്ത്, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുന്നത്. സോ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് മെയിൻ ആയിട്ട് 4 പ്രൈമറി പ്രഷർ ബെൽറ്റ്സ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്, ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആൻഡ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പൊ നിങ്ങൾക്ക് പേര് സൂചിപ്പിക്കുന്ന കണക്ക് തന്നെ അവിടെ ബെൽറ്റിന് എന്താണ്, പ്രഷർ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ പ്രഷർ ബെൽറ്റ് ആയിട്ട് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ, നമ്മുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്താണ്, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് കാണപ്പെടുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇക്വേറ്ററിന്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ഇക്വേറ്ററിന് നേരത്തെ പറഞ്ഞ പ്രത്യേകത, നമ്മുടെ ഇക്വേറ്ററിലാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ്, നമ്മുടെ ഇക്വേറ്റർ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ എവിടെയാണ്, നമ്മുടെ ഇക്വേറ്ററിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. സോ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെ കാരണം ഇവിടെ എന്താണ്, ഹീറ്റ് എന്താണ് കൂടുതലാണ്, നമ്മുടെ ടെമ്പറേച്ചർ അവിടെ കൂടുതലാണ്. സോ കൂടുതലാക്കാൻ നമ്മൾ എന്ത് പറഞ്ഞു, അവിടെ ഹീറ്റ് ആവാൻ നേരത്തെ, അവിടെ ടെമ്പറേച്ചർ കൂടുതലാവാൻ നേരത്തെ ഇവിടുത്തെ എയറും എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഹീറ്റ് ആവാൻ നേരത്തെ ആ എയർ എന്ത് ചെയ്യും, റൈസ് ചെയ്ത് പോവാണ്. അപ്പൊ ആ സ്ഥലത്ത് നമ്മൾ റൈസ് ചെയ്ത് പോകാൻ അവിടെ എന്താണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു, അവിടെ ഒരു ലോ പ്രഷർ ഫോം ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞല്ലേ. സോ ഇക്വേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഏരിയയിലാണ് മാക്സിമം ടെമ്പറേച്ചർ വരുന്നത്. ടെമ്പറേച്ചർ വരാൻ നേരത്തെ അവിടുത്തെ പ്രത്യേകത എന്താണ്, അവിടുത്തെ എയർ അതുപോലെ ആ ടെമ്പറേച്ചർ എടുത്ത് എന്ത് ചെയ്യും, ഡെൻസിറ്റി കുറയുകയും ലൈറ്റർ ആവുകയും അത് റൈസ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പൊ അവിടെ ആ ഒരു പ്ലേസിൽ ലോ പ്രഷർ ഫോം ചെയ്യും. ഇതുകൊണ്ടാണ് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. അടുത്തത് നമ്മുടെ രണ്ടാമത്തെ പ്രഷർ ബെൽറ്റ് ആണ് ഏത്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പൊ ഇത് 0 ഡിഗ്രിക്കും 30 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനും വരുന്ന ഒരു പ്രഷർ ബെൽറ്റ് ആണ് ആ ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, നമ്മുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്നും വരുന്ന എയർ ഇവിടെ വന്ന് അത് കോൾഡ് ആയിട്ട് അത് താഴോട്ട് സിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്താണ്, സിങ്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുന്നത്, അവിടെ ഒരു ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ എയർ റൈസ് ചെയ്യുവാണെങ്കിൽ അവിടെ എയർ സിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ ആ ഒരു പ്രഷർ ബെൽറ്റിൽ എന്താണ്, ഒരു ഹൈ പ്രഷർ ആണ് ഫോം ചെയ്യുന്നത്. അതിനുകൊണ്ടാണ് നമ്മൾ എന്താണ് ആ ഒരു പ്രഷർ ബെൽറ്റിനെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. സോ അടുത്ത മൂന്നാമതായിട്ട് നമുക്ക് 30 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനും 60 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലും ഇടയിലായിട്ട് കാണപ്പെടുന്ന ആ ഒരു ബെൽറ്റ് ആണ് 60 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനും 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ആ ഒരു ബെൽറ്റാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രഷർ ബെൽറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ പേര് പറയുന്നുണ്ട് ലോ പ്രഷർ ബെൽറ്റ് ആണ്. ലോ പ്രഷർ ബെൽറ്റ് ആകുമ്പോൾ അവിടെ എന്താണ്, ഇത് നമ്മുടെ ഇവിടെ നിന്ന് സിങ്ക് ചെയ്ത എയർ എന്താ ഇങ്ങോട്ട്, ഇവിടെ നിന്ന് കോൾഡ് ആയിട്ട് എയർ ഉണ്ടല്ലേ, നമ്മൾ പറഞ്ഞു ഇവിടെ നിന്ന് സിങ്ക് ചെയ്ത എയർ പിന്നെ എന്ത് ചെയ്യും, റൈസ് ചെയ്ത് ഇങ്ങോട്ട് പോവുകയും നമ്മുടെ പോളാർ റീജിയനിൽ നിന്ന് തണുത്ത എയർ ഉണ്ട്. അപ്പൊ ഈ കോൾഡ് എയർ താഴോട്ട് വരികയും ചെയ്യും. ഇത് രണ്ടും കൂടെ മിക്സപ്പ് ആവുകയും ഇവിടെ ഒരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആരുണ്ട്, നമ്മുടെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, കോൾഡർ ഏരിയയാണ്. നമ്മുടെ ഇക്വേറ്റർ നമ്മൾ പറഞ്ഞു എന്താണ്, അവിടെ ഹോട്ടർ ആയിട്ടുള്ള ഏരിയയാണ്. നമ്മുടെ ഹൈ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതലുള്ള ഏരിയ ആണെങ്കിൽ നമ്മുടെ നമ്മളെ പ്രഷർ, അത് പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ കോൾഡർ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് പ്രത്യേകത, അവിടെ ഒരു ഹൈ പ്രഷർ സോൺ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഇത്ര നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിനെ കുറിച്ച് പഠിച്ചെങ്കിൽ നമുക്ക് താഴോട്ട് സദേൺ ഹെമിസ്ഫിയറിലും ഇതേപോലത്തെ ബെൽറ്റ് ഉണ്ട്. അത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, ഇതെല്ലാം ഇങ്ങോട്ടുമുണ്ട്. ഇതാണ് നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് വരുന്നത്. ഒരു സ്ഥലത്ത് ലോ പ്രഷർ ആണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഹൈ പ്രഷർ, ലോ പ്രഷർ, ഹൈ പ്രഷർ, ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്താണ്, 5 ഡിഗ്രി നോർത്ത് 5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ കാണപ്പെടുന്നതാണ്. ലോ പ്രഷർ ആണ് വരുന്നത്.
അതുപോലെ സൺറൈസ് അവിടെ ഡയറക്റ്റ്ലി ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെ വേറൊരു പേരെന്താണ്? ഇറ്റ്സ് ഡോൾ ഡ്രംസ്. ഡോൾ ഡ്രംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഡോൾ ഡ്രംസ് എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്. കാരണം അവിടെ നോ വിൻസ്, അവിടെ വിൻസ് കാണാത്ത, കാറ്റില്ലാത്തൊരു സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഡോൾ ഡ്രംസ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്തൊക്കെയാണ്? നമ്മൾ 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനും വരുന്നതാണ് ഹൈ പ്രഷർ ആയിരിക്കും. അടുത്ത ആരുണ്ട്? നമ്മുടെ സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ്. അത് എവിടെയാണ് വരുന്നത്? 60 ഡിഗ്രി നോർത്തിനും 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനും വരുന്നതാണ്. ഇവിടെ എന്താണ്? ലോ പ്രഷർ ആണ് വരുന്നത്. അടുത്ത നമ്മൾ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. 90 ഡിഗ്രി നോർത്തിനും 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ വരുന്ന സ്ഥലമാണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആണ്. അവിടെ പേര് പറയുന്നത് തന്നെ അവിടെ ഹൈ പ്രഷർ ആണ് ഉണ്ടാവുന്നത്. സോ ഇത്ര നമ്മൾ നേരത്തെ ഫിഗറിൽ കൂടെ തന്നെ പറഞ്ഞായിരുന്നു. നെക്സ്റ്റ്, നമ്മൾ ഒരിക്കലും നമ്മൾ പ്രഷർ ബെൽറ്റ് ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. കാരണം എന്താ? നമ്മുടെ എർത്തിന്റെ, അതായത് നമ്മുടെ സണ്ണിന്റെ മൂവ്മെന്റ് കാരണം എന്താ? ഗ്ലോബൽ പ്രഷർ ബെൽറ്റിന് എന്താണ്? മൂവ്മെന്റ് വരും. അതായത് നമുക്ക് 2 ഷിഫ്റ്റ് ആണ് വരുന്നത്, നോർത്ത് വേർഡ് ഷിഫ്റ്റും നമ്മുടെ സൗത്ത് വേർഡ് ഷിഫ്റ്റും. ഇത് സിംപ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ സണ്ണ്, നമ്മുടെ സൂര്യൻ നോർത്തിലോട്ട് പോകാൻ നേരം, നമ്മുടെ നോർത്തിലോട്ട് പോകാൻ നേരത്ത് നമ്മുടെ പ്രഷർ ബെൽറ്റ് ഇങ്ങോട്ട് പോകും? നോർത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ സൗത്ത് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സൺ സൗത്ത് വേർഡ് വരാൻ നമ്മുടെ സൂര്യൻ താഴെ സൗത്തിലോട്ട് പോകാൻ നേരത്ത് നമ്മൾ പ്രഷർ ബെൽറ്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? സൗത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് നമ്മളെ എയർ മൂവ്മെന്റ്സിന്റെ ടൈപ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ എയർ മൂവ് ചെയ്യുന്ന 2 ഡയറക്ഷനിൽ കൂടിയാണ്. ഏതൊക്കെയാണ് ഡയറക്ഷൻ? നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനും കാണും, അതുപോലെ തന്നെ നമുക്കൊരു വെർട്ടിക്കൽ ഡയറക്ഷനും കാണുമല്ലേ. സോ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ആ വിൻഡ്, നമ്മുടെ കാറ്റ് നമ്മൾ എയർ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ വെർട്ടിക്കലി മൂവ് ചെയ്യുന്നതിന് എന്തെന്ന് പറയും? നമ്മുടെ എയർ കറണ്ട് എന്ന് പറയും. സോ സിമ്പിൾ ആണ്. എയർ കറണ്ടും വിൻഡും എന്ന് പറയുന്നത്, നമ്മളെ വിൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് എങ്ങനെയാണ്? ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ഒരു ലോ പ്രഷർ ഏരിയയിലേക്കുള്ള ഒരു മൂവ്മെന്റ്, എയറിലുള്ള മൂവ്മെന്റ് ആണ് ആര്? നമ്മുടെ വിൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എയർ കറണ്ട് എന്താണ്? ഇറ്റ്സ് എ വെർട്ടിക്കൽ മൂവ്മെന്റ്. വെർട്ടിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് നമ്മൾ എയർ കറണ്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു വിൻഡിന്, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞു, നമ്മൾ എങ്ങനെയാണ് വിൻഡിന് പേരിടുന്നത്? എവിടെ നിന്ന്? winds are named after the direction from direction from which they blow. ഏത് ഡയറക്ഷനിൽ നിന്നാണ് അത് ഫ്ലോ ചെയ്തതിനനുസരിച്ചാണ് എന്തെന്ന് പറയുന്നത് അതിന് പേരിടുന്നത്. എക്സാമ്പിൾ നമ്മൾ ഈസ്റ്റർലി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് വിൻഡ് ഉണ്ട്. അതിന് നമ്മൾ കാരണം അത് ഈസ്റ്റിൽ നിന്നാണ് വരുന്നത് കൊണ്ടാണ് ആ ഒരു പേര് അതിന് വരാൻ കാരണം. സോ അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ വിൻഡ് ഡയറക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഫാക്ടർ എന്താണ്? നമ്മുടെ കോറിയോളിസ് ഫോഴ്സ്. വിൻഡ് ഡയറക്ഷൻ ആണ്, നമ്മുടെ വിൻഡ് ഡയറക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫോഴ്സ് ആണ് ആ കോറിയോളിസ് ഫോഴ്സ്. കോറിയോളിസ് ഫോഴ്സ് വേറെ ഒന്നുമല്ല, നമ്മുടെ എർത്ത് സർഫസ്, നമ്മുടെ എർത്ത് എന്താണ് കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം അതുപോലെ തന്നെ നമ്മളെ എയറും ഹൊറിസോണ്ടലി, നമ്മുടെ വിൻഡ് ഹൊറിസോണ്ടലി മൂവ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഈ എർത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റൊട്ടേഷൻ കാരണം എന്താണ് ഈ കാറ്റിന് അതുപോലെ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോഴ്സ്, ആ ഒരു ഡിഫ്ലക്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് മനസ്സിലായി കാണും. അപ്പം നമുക്ക് 2 കണ്ടീഷൻ എടുക്കണം. നോർത്തേൺ ഹെമിസ്ഫിയറിനും ഉണ്ട്, സദേൺ ഹെമിസ്ഫിയർ ഉണ്ട്. അതായത് നോർത്തേൺ ഹെമിസ്ഫിയർ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്താണ് കോറിയോളിസ് ഫോഴ്സ് എന്താന്ന് പറഞ്ഞു, നമ്മൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ എർത്തിന്റെ റൊട്ടേഷൻ കാരണം നമ്മുടെ വിൻഡിൽ ഉണ്ടാകുന്ന ഒരു ഡിഫ്ലക്ഷനാണ്, ഡയറക്ഷൻ ചേഞ്ചിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോർത്തേൺ ഹെമിസ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, വിൻഡ് എപ്പോഴും റൈറ്റിലോട്ടായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. പക്ഷെ സദേൺ ഹെമിസ്ഫിയർ എടുക്കുകയാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും, അത് ലെഫ്റ്റിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ ഇത് വിൻഡ് ഡയറക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കോറിയോളിസ് ഫോഴ്സ്. സോ നമുക്ക് വിൻഡ് ഡയറക്ഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിൻഡ് സ്പീഡ് വേണം. സോ വിൻഡ് സ്പീഡിനെയും ഇൻറ്റൻസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ എന്താണ് 2 മെയിൻ ഫോഴ്സ് ഉണ്ട്. അതാണ് പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സ്, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ വിൻഡ് ഡയറക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ വിൻഡിന്റെ സ്പീഡും അതിന്റെ ഇന്റൻസിറ്റിയും അഫക്റ്റ് ചെയ്യുന്ന 2 മെയിൻ ഫോഴ്സസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സും നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സും. സോ പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സ് എന്ന് പറയുന്നത് സിംപ്ലി എന്ന് പറയുന്നത് നമ്മൾ റെഫേഴ്സ് ചേഞ്ച് ഇൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ഓവർ എ ഗിവൻ, നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് ഓവറായിട്ട് ഉണ്ടാവുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് വരുന്ന ഒരു ചേഞ്ച് ആണ് ആ ഒരു പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സ്, സ്റ്റീപ്പർ പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സ് എന്ന് പറയുന്നത്
ടേം ഉണ്ട്. അതായത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ എപ്പോഴും വിൻഡ് നമ്മൾ കാറ്റ് എപ്പോഴും വരുന്നത് എങ്ങനെയാണ്, എയർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഹൈ പ്രഷർ സോണിൽ നിന്നും ലോ പ്രഷർ സോണിലോട്ടായിരിക്കും എപ്പോഴും നമ്മുടെ എയറിന്റെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ സ്റ്റീപ്പർ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയാൻ നേരത്ത് എന്താണ് പറയുന്നത്, ക്ലോസ്ലി സ്പേസ്ഡ് ഐസോബാസ്. നമ്മൾ ഐസോബാസ് ക്ലോസ്ലി, അവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ക്ലോസ്ലി സ്പേസ്ഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ക്രിയേറ്റ് സ്ട്രോങ്ങർ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് ലീഡ് ചെയ്ത്. ഇവിടെ എന്താണ്, ഒരു സ്ട്രോങ്ങർ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് വരുന്നുണ്ട്. അപ്പം സ്ട്രോങ്ങർ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് വരുന്നത് കൊണ്ട് തന്നെ എന്താണ്, വിൻഡിന്റെ സ്പീഡും അതുപോലെ തന്നെ കൂടുതലായിരിക്കും. സോ ഇവിടെ രണ്ട് ക്ലോസ്ലി സ്പേസ്ഡ്, അത് കണ്ടീഷൻ ഇതാണ്. സ്റ്റീപ്പർ ഗ്രേഡിയന്റ് പ്രഷർ ഗ്രേഡിയന്റ് വരാനുള്ള ഒരു കണ്ടീഷൻ എന്താണ്, ഐസോബാസ് എപ്പോഴും ക്ലോസ്ലി സ്പേസ്ഡ് ആയിരിക്കണം. അപ്പോൾ എന്തൊരു കാരണം, അവിടെ ഒരു സ്ട്രോങ്ങർ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഈ സ്ട്രോങ്ങർ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്തൊരു കാരണമാവും, ഹയർ വിൻഡ് സ്പീഡിന് കാരണമാവും. അപ്പോൾ അവിടെ ലോവർ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് ആണെങ്കിലോ വിൻഡ് സ്പീഡ് അതുപോലെ കുറയുകയും ചെയ്യും. സോ നെക്സ്റ്റ്, നമ്മുടെ വിൻഡ് സ്പീഡിനെ ഇന്റൻസിറ്റി എഫക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്, സിംപ്ലി നമ്മുടെ ഫ്രിക്ഷൻ. സോ നമ്മുടെ ഫിസിക്കൽ ഒബ്സ്റ്റക്കിൾസ് ആയിട്ടുള്ള നമ്മളെ ഹിൽസ്, മൗണ്ടെയിൻസ്, നമ്മുടെ ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഒരുപാട് ഹ്യൂമൻ മെയ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ. ഈ ഹ്യൂമൻ മെയ്ഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ വിൻഡിന്റെ ആ ഒരു ഫ്ലോയിനെ എന്ത് ചെയ്യും, ഒബ്സ്ട്രക്ട് ചെയ്യും, അതായത് തടസ്സപ്പെടുത്തും. ഈ തടസ്സപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അവിടെ ഉണ്ടാകുന്നത്, അവിടെ സ്പീഡ്, അതായത് നമ്മൾ വരുന്ന ആ ഒരു വിൻഡിന്റെ സ്പീഡും അതുപോലെ തന്നെ ഇന്റൻസിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. സോ ഇത് രണ്ട് ഫോഴ്സ് ആണ് നമ്മൾ വിൻഡ് സ്പീഡിനെ ഇന്റൻസിറ്റിയെ അഫക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ വിൻസിനെ മൂന്നായിട്ട് തിരിക്കാം, നാലായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഏതാണ്, നമ്മുടെ പെർമനന്റ് വിൻസ്, രണ്ടാമത് നമ്മുടെ പീരിയോഡിക് വിൻസ്, മൂന്നാമത് ലോക്കൽ വിൻസ്, ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്ന ആരാണ്, വേരിയബിൾ വിൻസ്. അപ്പോൾ ഇത് ഏതെന്നൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. സോ പെർമനന്റ് വിൻഡാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. പെർമനന്റ് വിൻസിന് നമ്മൾ പ്ലാനറ്ററി വിൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രിവെയിലിംഗ് വിൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, വിൻഡ് ബ്ലോസ് കോൺസ്റ്റന്റ്ലി ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ത്രൂ ഔട്ട് ഇയർ. ഒരു ഇയർ നമ്മൾ കംപ്ലീറ്റ്ലി എടുക്കുകയാണെങ്കിൽ ആ ഒരു ഇയർ മുഴുവനും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രം, ശ്രദ്ധിക്കണം, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രം വീശുന്ന ഒരു കാറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെർമനന്റ് വിൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഫംഗ്ഷൻ എന്തെന്ന് വെച്ചാൽ, ദീസ് വിൻഡ് ബ്ലോസ് കണ്ടിന്യൂസ്ലി വിത്ത് നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സിന്റെ ഇടയിലായിട്ടായിരിക്കും ഏത് പ്ലാനറ്ററി വിൻസ് വീശുന്നത്. സോ പെർമനന്റ് വിൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ പെർമനന്റ് വിൻസ് എന്ന് പറയുന്നത് ഒരു ഇയർ, ത്രൂ ഔട്ട് ദി ഇയർ, നമ്മളൊരു ഇയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഇയറിൽ ഒരേ പർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് വീശുന്ന കാറ്റാണ് ആര്, പെർമനന്റ് വിൻസ് അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് പ്ലാനറ്ററി വിൻസ് ഏതൊക്കെയുണ്ട്, നമ്മുടെ ട്രേഡ് വിൻസ്, എക്സാമ്പിൾ ഏതൊക്കെയാണ്, ട്രേഡ് വിൻസ്, വെസ്റ്റർലീസ്, പോളാർ വിൻസ്, ഈസ്റ്റർലീസ്. സോ ഇത് ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട പെർമനന്റ് വിൻസിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ പെർമനന്റ് വിൻസ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് പീരിയോഡിക് വിൻസ്. എന്താണ് പീരിയോഡിക് വിൻസ്? Wind that experience a periodic reversal in their direction over a specific intervals are called എന്താണ്, പീരിയോഡിക് വിൻസ്. അതായത് നമ്മൾ ഡയറക്ഷൻ അവിടെ എന്താണ്, റിവേഴ്സൽ ആയിക്കൊണ്ടിരിക്കും. ഇന്നൊരിപ്പോൾ ഒരു ഡയറക്ഷനിലായിട്ട് വീശണമെങ്കിൽ പിന്നൊരു സമയത്ത് ആ ഒരു ഡയറക്ഷനിലായിരിക്കത്തില്ല വീശണം. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മൺസൂൺ, നമ്മൾ ലാൻഡ് ബ്രീസ്, നമ്മൾ സീ ബ്രീസ് എടുക്കുകയാണെങ്കിൽ ലാൻഡ് ബ്രീസ് എന്താണ്, ലാൻഡിൽ നിന്ന് ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാൽ സീയിൽ നിന്ന് ലാൻഡിലോട്ട് വീശുന്നതാണ്. അപ്പോൾ സീ ബ്രീസ് എന്ന് പറയുന്നത് ലാൻഡിൽ നിന്ന് സീയിലോട്ട് വീശുന്നത്. അപ്പൊ എന്താണ്, ഇവിടെ ഒരു റിവേഴ്സലാണ് വരുന്നത്. അവിടെ എന്താണ്, കാറ്റിന് എന്താണ്, ഒരു റിവേഴ്സൽ വരുന്നുണ്ട്. ആ ഒരു റിവേഴ്സലിന് വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് വിൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പീരിയോഡിക് വിൻസ് എന്ന് പറയുന്നത്. സോ പീരിയോഡിക് വിൻസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ലാൻഡ് ബ്രീസും സീ ബ്രീസും. ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, മൗണ്ടെയിൻ ബ്രീസ്, വാലി ബ്രീസ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഡെയിലി പീരിയോഡിക് വിൻസ്, എല്ലാ ദിവസവും നടക്കുന്ന കൈൻഡ് ഓഫ് പീരിയോഡിക് വിൻസ് ആണ് ആര്, ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, മൗണ്ടെയിൻ ബ്രീസ്, വാലി ബ്രീസ് എന്ന് പറയുന്നത്. സോ നമുക്ക് സീസണൽ പീരിയോഡിക് വിൻസ് ഉണ്ട്. ആരൊക്കെയാണ്, മൺസൂൺ വിൻസ്. മൺസൂൺ വിൻസ് ആണ് നമ്മുടെ സീസണൽ പീരിയോഡിക് വിൻസ് എന്ന് വരുന്നത്. അവരെന്താണ്, സമ്മറിലും വിന്ററിലും ആയിട്ട് എന്താണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമ്മൾ മൗണ്ടെയിൻ ബ്രീസ്, നമ്മുടെ വാലി ബ്രീസ് നമ്മൾ നോക്കുകയാണ്. എന്താണ് മൗണ്ടെയിൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ്? അപ്പം നമ്മൾ രാത്രി സമയങ്ങളിൽ എന്താണ്, എയർ അലോങ് ദ മൗണ്ടെയിൻ സ്ലോപ്സ് കൂൾസ് ഡൗൺ. അപ്പം നമ്മളൊരു മൗണ്ടെയിൻ എടുക്കുകയാണെങ്കിൽ രാത്രി സമയങ്ങളിൽ മൗണ്ടെയിൻ സ്ലോപ്സിലുള്ള എയർ എന്ത് ചെയ്യും, പെട്ടെന്ന് തണുക്കും. കോൺട്രാക്ട്സ് ബിറ്റ്വീൻ ബിക്കംസ് ഹെവിയർ ആൻഡ് മൂവ് ഡൗൺ ദ സ്ലോപ്പ് ഓഫ് ദ വാലി. കൂൾ ചെയ്യുമ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു കൂൾ ചെയ്യുമ്പോൾ അവിടെ ഹെവി ആവുകയാണ് ചെയ്യുന്നത്. എയർ എപ്പോഴും കൂളായാൽ, എയർ കൂളാവുകയാണെങ്കിൽ അവിടെ എന്താണ്, അത് ഹെവിയർ ആവുകയാണ് ചെയ്യുന്നത്. ഹെവിയർ ആവുമെന്ന് ഇപ്പോൾ ഇവിടെ നമ്മുടെ മൗണ്ടെയിൻ സ്ലോപ്പിലായിട്ട് രാത്രിയിലായിട്ട് മൗണ്ടെയിൻ സ്ലോപ്പിലുള്ള എയർ എന്ത് ചെയ്യും,
പെട്ടെന്ന് തണുക്കും, കൂൾ ചെയ്ത് എന്ത് ചെയ്യും, നമ്മുടെ വാലി കൂടെ മൂവ്സ് നമ്മൾ താഴോട്ട് പോവുക ചെയ്യും. ഇതാണ് നമ്മൾ എന്ത് മൗണ്ടെയിൻ ബ്രീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വാലി ബ്രീസ് എന്ന് പറയുന്നത്? വാലി ബ്രീസ് വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ നൈറ്റ് ടൈം ആണ് എടുത്തെങ്കിൽ ഇവിടെ ഡേ ടൈം ആണ് നമ്മൾ എടുക്കുന്നത്. ഹീറ്റിംഗ് ബൈ സൺലൈറ്റ് കോസസ് ദ എയർ അലോങ് ദ മൗണ്ടെയിൻ സ്ലോപ്പ് ടു വാം ആൻഡ് റൈസ്. നമ്മുടെ മൗണ്ടെയിൻ സ്ലോപ്സിലുള്ള എയർ എന്ത് ചെയ്യും, വാം ആവും. നമ്മൾ നേരത്തെ എയർ കൂളാപ്പ് ഹെവിയർ ആവുകയാണെങ്കിൽ നമ്മുടെ എയർ വാം ആവുമ്പോൾ എന്താണ് ചെയ്യുന്നത്, റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. വാം ആപ്പും റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യും, മേക്കിംഗ് വിൻഡ് ബ്ലോ അപ്സ്ലോപ്പ് ഫ്രം ദ വാലി. വാലിയിൽ നിന്ന് മേക്കിംഗ് വിൻഡ് ബ്ലോ അപ്സ്ലോപ്പ് ഫ്രം ദ വാലി. വാലിയിൽ നിന്ന് താഴോട്ട് പോവുകയും ചെയ്യും. സോ ഇതാണ് നമ്മുടെ മൗണ്ടെയിൻ ബ്രീസും വാലി ബ്രീസ് എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മുടെ മൺസൂൺ വിൻസ്. നമ്മൾ പറഞ്ഞു പീരിയോഡിക് വിൻസിൽ സീസണൽ പീരിയോഡിക് വിൻസിൽ ഒന്നാണ് ആര്, മൺസൂൺ വിൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ സീസണൽ പീരിയോഡിക് വിൻസ് ദാറ്റ് റിവേഴ്സ് ദ ഡയറക്ഷൻ ബിറ്റ്വീൻ. സമ്മറിലും നമ്മുടെ വിന്ററിലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു പീരിയോഡിക് വിൻസ്, സീസണൽ പീരിയോഡിക് വിൻസ് ആണ് ആര്, മൺസൂൺ വിൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് പ്രധാനമായിട്ട് 2 മൺസൂൺ ആണ് പഠിക്കാനുള്ളത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ, നമ്മുടെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് പഠിക്കുന്നത്. സോ ഫസ്റ്റ് സൗത്ത് ഈസ്റ്റ് മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു പേരുണ്ട് സമ്മർ മൺസൂൺ. വേറൊരു പേരെന്താ, സമ്മർ മൺസൂൺ. അപ്പം നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്താണ്, പെട്ടെന്ന് നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് സമ്മർ ടൈം ആകുമ്പോൾ എന്താണ്, നമ്മൾ ലാൻഡ് മാസ് പെട്ടെന്ന് ഹീറ്റ് ആവും. അപ്പോൾ നമ്മൾ ഹീറ്റ് ആകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഹീറ്റ് ആകുമ്പോൾ അവിടുത്തെ എയറും ഹീറ്റപ്പ് ആയിട്ട് റൈസ് ചെയ്യും. റൈസ് ചെയ്ത് എന്താണ്, നമ്മുടെ ഇന്ത്യയെ, നമ്മുടെ ലാൻഡ് മാസിൽ എന്താണ്, ഒരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യും. സോ നമ്മൾ പറഞ്ഞു ഇവിടെ ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ അതേസമയം എന്താണ്, ഹൈ പ്രഷർ ഏരിയ ആണ് ഉള്ളത്. സോ ഇവിടെ ഒരു ഹൈ പ്രഷർ ഏരിയ ആണുള്ളത്. അപ്പം എന്താണ്, എപ്പോഴും വിൻഡ്, നമ്മുടെ കാറ്റ്, നമ്മുടെ എയർ എപ്പോഴും മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹൈ പ്രഷർ സോണിൽ നിന്ന് ലോ പ്രഷർ സോണിലോട്ടായിരിക്കും അല്ലേ. സോ ഹൈ പ്രഷർ സോണിലോ, അപ്പോൾ എന്താണ് ഇവിടെ ഓഷനിൽ ഹൈ പ്രഷർ സോൺ ക്രിയേറ്റ് ചെയ്യുന്നു, ഇന്ത്യ നമ്മുടെ ലാൻഡ് മാസിൽ ലോ പ്രഷർ സോൺ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഹൈ പ്രഷർ സോണിൽ നിന്ന് ലോ പ്രഷർ സോണിലോട്ട് എന്ത്, എയർ മൂവ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് എന്ന് പറയുന്നത്. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് കാരണം ഉണ്ടാവുന്ന റെയിൻഫോൾ, അതായത് മൺസൂണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു പേരെന്താ, സമ്മർ മൺസൂൺ. സോ അടുത്ത നമുക്ക് വേറെ ആരുണ്ട്, നമ്മുടെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഉണ്ട്. നമ്മൾ നേരത്തെ സൗത്ത് വെസ്റ്റ് മൺസൂൺ പറഞ്ഞെങ്കിൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുമ്പോൾ വേറൊരു പേരെന്താ, വിന്റർ മൺസൂൺ. കാരണം അത് വിന്റർ സമയത്താണ് ഡെവലപ്പ് ആവുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ലാൻഡ് മാസും നമ്മുടെ ഇന്ത്യൻ ഓഷൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഹീറ്റപ്പ് ആവും. പെട്ടെന്ന് ഈ വിന്റർ സമയങ്ങളിൽ ഇന്ത്യൻ ഓഷൻ പെട്ടെന്ന് ഹീറ്റപ്പ് ആവുകയും ഇവിടുത്തെ എയർ റൈസ് ചെയ്ത് ഇവിടെ എന്താവും, ഒരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ ലാൻഡ് മാസ് എന്താണ്, ഒരു ഹൈ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് വിന്റർ സമയത്താണ് നടക്കുന്നത്. സോ ഇന്ത്യൻ ലാൻഡ് മാസ് എന്താണ്, ഒരു ഹൈ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ഇന്ത്യൻ ഓഷൻ എന്താണ്, ഒരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. സോ എന്താണ്, ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലോട്ട് ആര് വരും, നമ്മുടെ എയർ മൂവ് ചെയ്യും. സോ ഇതിനെയാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻസ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. സോ ഇതിന് വേറൊരു പേരെന്താ, വിന്റർ മൺസൂൺ. സോ ഇത്രയും നേരം നമ്മൾ മൺസൂൺ ആണ് നോക്കിയെങ്കിൽ നമുക്ക് ഇനി വരുന്നത് ഏതാണ്, നമ്മുടെ ലോക്കൽ വിൻസ് ആണ്. നമ്മുടെ ലോക്കൽ വിൻസ് എന്താ, ലോക്കൽ വിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ലോക്കൽ ഡിഫറൻസ് കാരണം നമ്മുടെ ഒരു പർട്ടിക്കുലർ റീജിയനിൽ ലോക്കൽ ടെമ്പറേച്ചറിനും പ്രഷറിനും കാരണം ഉണ്ടാകുന്ന ഒരു ലോക്കൽ ഡിഫറൻസ് കാരണമാണ് ആരുണ്ടാവുന്നത്, നമ്മുടെ ലോക്കൽ വിൻസ് ഉണ്ടാവുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ലൂ എന്ന് പറയുന്ന ഒരു ലോക്കൽ വിൻഡ് ആണ്. ഏത് റീജിയനിലാണ് കാണപ്പെടുന്നത്, നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലായിട്ട് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ലോക്കൽ വിൻഡ് ആണ് ആര്, ലൂ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഹോട്ട് വിൻഡ് ആയിരിക്കും. നമുക്കിനി ചിനൂക്ക് എന്ന് പറയുന്ന ലോക്കൽ വിൻഡ് ഉണ്ട്. ചിനൂക്ക് എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് അമേരിക്കയിലെ റോക്കി മൗണ്ടെയ്ൻസിലെ സ്ലോപ്പിൽ കാണപ്പെടുന്ന കൈൻഡ് ഓഫ് ലോക്കൽ വിൻസ് ആണ് ആര്, ചിനൂക്ക് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താ, ഡ്രൈ ആയിട്ടുള്ള ഹോട്ട് വിൻഡ് ആയിരിക്കും. ഫോയിൻ എന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്പിൽ കാണപ്പെടുന്ന നമ്മുടെ ആൽപ്സ് മൗണ്ടെയിൻ്റെ സ്ലോപ്സിൽ കാണപ്പെടുന്ന ലോക്കൽ വിൻസ് ആണ്. അതിന്റെ പ്രത്യേകത എന്താ, ഡ്രൈ ഹോട്ട് വിൻഡ് ആയിരിക്കും. നമ്മുടെ ചിനൂക്കിനെ പോലെ തന്നെ ഡ്രൈ ഹോട്ട് വിൻഡ് ആയിരിക്കും. അടുത്തത് നമ്മുടെ ഹർമാറ്റൻ എന്ന് പറയുന്നൊരു ലോക്കൽ വിൻഡ് ആണ്. ഇതെന്താണ്, നമ്മുടെ ആഫ്രിക്കയിലുള്ള സഹാറ ഡെസേർട്ടിൽ കാണപ്പെടുന്ന ലോക്കൽ വിൻഡ് ആണ്. ഇതെന്താണ്, റിലീഫ് ടു ഇന്റൻസ് ഹീറ്റ്. എന്താണ്, ഇന്റൻസ് ഹീറ്റ് ആണ് അവിടെ കാണപ്പെടുന്നത്.
സോ നമുക്ക് ഇനി വേരിയബിൾ വിൻസ് ഉണ്ട്. വേരിയബിൾ നമ്മൾ പീരിയോഡിക് വിൻസ് പഠിച്ചു, അങ്ങനെ ലോക്കൽ വിൻസ് പഠിച്ചു. ഇനി നമുക്ക് എന്താണുള്ളത്? വേരിയബിൾ വിൻസ് ആണ്. വേരിയബിൾ വിൻസ് എന്ന് പറയുന്നത് വിൻസ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ ഹൂസ് ഇന്റൻസിറ്റി ഓർ ഡയറക്ഷൻ കനോട്ട് ബി പ്രിഡിക്റ്റഡ്. നമുക്കൊരു അഡ്വാൻസ് ആയിട്ട് ഒരിക്കലും മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റാത്ത ആ ഒരു വിൻഡിന്റെ ആ ഒരു ഡ്യൂറേഷൻ, അതിന്റെ ഇന്റൻസിറ്റിയോ ഡയറക്ഷനാണ് നമുക്ക് വിൻഡിന്റെ ആ ഒരു ഇന്റൻസിറ്റിയോ ഡയറക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേരിയബിൾ വിൻസ് എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് അഡ്വാൻസ് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ ഇന്റൻസിറ്റിയും ഡയറക്ഷനും. എക്സാമ്പിൾ എന്താണ്? നമ്മുടെ സൈക്ലോൺസ്, നമ്മൾ ആന്റി സൈക്ലോൺസും ആണ്. സോ നമുക്ക് സൈക്ലോൺസ് നോക്കാം. സൈക്ലോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലോ പ്രഷർ ഏരിയ, ഇതെന്ന് പറയുന്നത് ഒരു ലോ പ്രഷർ ഏരിയ ആണ്. ഇതിന് ചുറ്റുമായിട്ട് എന്താണ്? ഒരു സറൗണ്ടിങ് ഏരിയ ആണ്. സോ അവിടെ സെന്ററിലായിട്ട് എന്ത് ലോ പ്രഷർ ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ചുറ്റും എന്ത് ഹൈ പ്രഷർ ഏരിയ ഉണ്ട്. അതുകൊണ്ട് എന്താ, ഈ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലോട്ട് എന്താണ് നമ്മുടെ വിൻഡ് വേൾ ചെയ്യും, അതായത് വിൻഡ് വരും, എൻ്റർ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്ലോൺസിന് പ്രധാനപ്പെട്ട നമ്മൾ ആലോചിക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെന്റർ എപ്പോഴും ലോ പ്രഷർ ആയിരിക്കും, നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും ഹൈ പ്രഷർ ആയിരിക്കും. സോ ഈ ലോ പ്രഷർ സോണിലോട്ട് ആര് വിൻഡ് വേൾ ചെയ്യും. എങ്ങനെ വരും? ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് നമ്മുടെ ലോ പ്രഷർ ഏരിയയിലോട്ട് ആര് വരും? നമ്മളെ വിൻഡ് വരും. ഇതിനെയാണ് നമ്മൾ സൈക്ലോൺസ് എന്ന് പറയുന്നത്. സോ സൈക്ലോൺസ് എന്ന് പറയുന്നത് ടിപ്പിക്കലി രണ്ട് ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ആണ് നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാ? ട്രോപ്പിക്കൽ ഓഷൻസിലായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഡയമീറ്ററും നമുക്ക് നമുക്ക് ട്രോപ്പിക്കൽ സൈക്ലോൺസും അതുപോലെ തന്നെ ടെമ്പറേറ്റ് സൈക്ലോൺസും ഉണ്ട്. അപ്പോൾ ഇതാണ് രണ്ട് തരം സൈക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ടെമ്പറേറ്റ് സൈക്ലോൺസിനെ വെച്ച് നോക്കാൻ നേരത്തെ ട്രോപ്പിക്കൽ സൈക്ലോൺസിന് എന്താണ്? ഡയമീറ്റർ എപ്പോഴും കുറവായിരിക്കും, അതുപോലെ തന്നെ ബട്ട് ഹൈലി ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. ഇത് ഹൈലി ഡിസ്ട്രക്റ്റീവ് ആണ്. ടെമ്പറേറ്റ് സൈക്ലോൺസിനെയും കാട്ടിയും ഡയമീറ്റർ കുറവാണെങ്കിൽ പോലും അവിടെ എന്താണ്? ഇത് ഹൈലി ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. സോ അടുത്ത ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടെമ്പറേറ്റ് സൈക്ലോൺ. ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേറ്റ് റീജിയൻസിലായിരിക്കും ഉണ്ടാവുന്നത്. വാം ആൻഡ് കോൾഡ് എയർ മാസ് മീറ്റ്. നമ്മൾ വാം എയറും കോൾഡ് എയറും മാസും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൈക്ലോൺ, ഒരു ടെമ്പറേച്ചർ റീജിയൻസിൽ വരുന്ന സൈക്ലോൺസ് ആണ് ഇത് ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ എന്താണ്? ടിപ്പിക്കലി ലാർജർ, നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോൺസ് വെച്ച് നോക്കുവാണെങ്കിൽ എന്താണ്? അവിടെ ഡയമീറ്റർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എന്താണ്? വലുതായിരിക്കും. സോ നമ്മളിപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറും നമ്മൾ സൈക്ലോൺസ് പഠിച്ചപ്പം നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള രണ്ട് ഫാക്ടറാണ് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറും നമ്മുടെ സദേൺ ഹെമിസ്ഫിയറും. സോ നോർത്തേൺ ഹെമിസ്ഫിയറിനെ സദേൺ ഹെമിസ്ഫിയറും നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? കാരണം ഈ സൈക്ലോൺസിന്റെ ഡയറക്ഷൻ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡിഫറെൻ്റ് ആണ്, സദേൺ ഹെമിസ്ഫിയറിൽ ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മുടെ എപ്പോഴും നോർത്തേൺ ഹെമിസ്ഫിയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ സൈക്ലോൺസ് എന്താണ്? എയർ ഫ്ലോസ് ഇൻവേർഡ് ഇൻ ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടായിരിക്കും എപ്പോഴും നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോൺസിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. സൈക്ലോൺസിലുള്ള എയർ ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ നമ്മൾ സൈക്ലോൺസ് പഠിച്ചു. ഇനി നമ്മൾ ആന്റി സൈക്ലോൺസ് ആണ്. അപ്പോൾ സൈക്ലോൺസ് എന്തായിരുന്നു? സൈക്ലോൺസിന്റെ പ്രത്യേകത നമ്മുടെ ലോ പ്രഷർ സെന്ററും സറൗണ്ടിങ് എന്താണ്? ഒരു ഹൈ പ്രഷർ സെന്ററും ആണ്. ഈ ആന്റി സൈക്ലോൺസിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ആന്റി സൈക്ലോൺസ് എന്ന് പറയാൻ നേരത്ത് നമ്മുടെ എന്താണ്? അവിടെ ഒരു ഹൈ പ്രഷർ സെന്റർ ആണുള്ളത്. ഹൈ പ്രഷർ ആയിട്ടുള്ള ഒരു സെന്റർ ആണ്. ചുറ്റും എന്താണ്? ലോ പ്രഷർ സറൗണ്ടിങ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഹൈ പ്രഷർ സെന്ററിൽ നിന്ന് ലോ പ്രഷർ സെന്ററിലോട്ടായിരിക്കും എന്ത് പോകുന്നത്? നമ്മുടെ വിൻഡിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. സോ നമ്മളിത് എടുക്കാൻ നേരത്ത് ഇത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ആന്റി സൈക്ലോൺസിന്റെ പ്രത്യേകത എന്താണ്? ഡു നോട്ട് കാസ് നമ്മൾ അറ്റ്മോസ്ഫിയർ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. സൈക്ലോൺസ് ആണെങ്കിൽ എന്താണ്? അറ്റ്മോസ്ഫിയർ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആന്റി സൈക്ലോൺസ് ആണെങ്കിൽ അറ്റ്മോസ്ഫിയർ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നില്ല. സോ നമ്മൾ നേരത്തെ സൈക്ലോൺസ് പഠിച്ചപ്പോൾ എന്താണ്? നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും കൺസിഡർ ചെയ്തല്ലേ. സോ നമ്മൾ ഇവിടെയും അത് എടുക്കണം. കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ എന്താണ്? വിൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സൈക്ലോൺ പറഞ്ഞപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലോൺ ഇങ്ങോട്ടായിരുന്നു? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആന്റി സൈക്ലോൺസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരുന്നു. അടുത്ത സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ എന്താ? വിൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്.
സോ ഇതാണ് നമ്മുടെ ആന്റിസൈക്ലോൺസ്. ആന്റിസൈക്ലോൺസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹൈ പ്രഷർ സെന്റർ ആണ്. ഹൈ പ്രഷർ സെന്റർ ആകുമ്പോൾ തന്നെ എന്താ നമ്മൾ നേരത്തെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താ പറഞ്ഞത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇവിടെ എന്താണ് നമുക്ക് വിൻഡ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലോട്ടാണ് അല്ലേ ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സദേൺ ഹെമിസ്ഫിയർ നോക്കുകയാണെങ്കിൽ ഇത് ഹൈ പ്രഷർ സെന്റർ ആണ്, ലോ പ്രഷർ സറൗണ്ടിങ് ആണ്. സോ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് വിൻഡ് ഫ്ലോ ചെയ്യും. എങ്ങനെയാണ് ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമിഡിറ്റി കോൺസെപ്റ്റ് ആണ്. സോ എന്താണ് ഹ്യൂമിഡിറ്റി? ഹ്യൂമിഡിറ്റി എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇല്ല, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന വാട്ടർ വേപ്പറിന്റെ കണ്ടന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ്. നമുക്ക് ആ വാട്ടർ വേപ്പർ എന്താ, ഇൻവിസിബിൾ ആയിരിക്കത്തില്ല. സോ ഈ വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് ആണ് എന്ത്, ഹ്യൂമിഡിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് രണ്ട് തരം ഹ്യൂമിഡിറ്റി ആണുള്ളത്, ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും. സോ ഈ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആയാലും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയാലും എന്തായിട്ടാണ്, പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ എന്താണ് ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്? ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസന്റ് പെർ യൂണിറ്റ് വോളിയം. നമ്മൾ എർത്തിൽ നമ്മളെ അറ്റ്മോസ്ഫിയറിലുള്ള യൂണിറ്റ് വോളിയത്തിൽ കാണപ്പെടുന്ന എമൗണ്ട്, വാട്ടർ വേപ്പറിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? ദ റേഷ്യോ. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു റേഷ്യോ ആണ്. എന്തിന്റെ? ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നമ്മൾ അറ്റ്മോസ്ഫിയറിന് പറ്റുന്ന ഒരു വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ആ ഒരു വാട്ടർ വേപ്പറിന്റെയും റേഷ്യോ ആണ് എന്ത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. സോ ഇത് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇനി അടുത്ത സാച്ചുറേഷൻ ലെവൽ ഉണ്ട്. സാച്ചുറേഷൻ ലെവലും സാച്ചുറേഷൻ പോയിന്റും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് സാച്ചുറേഷൻ ലെവൽ? സ്റ്റേറ്റ് അറ്റ് വിച്ച് ദ അറ്റ്മോസ്ഫിയർ ബിക്കംസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് മോയിസ്റ്റ് ഓർ വാട്ടർ വേപ്പർ. നമ്മുടെ അറ്റ്മോസ്ഫിയർ ഫുള്ളി ആ ഒരു ടേം എപ്പോഴും ശ്രദ്ധിക്കണം. ഫുള്ളി, അതായത് കംപ്ലീറ്റ്ലി എന്താണ്, മോയിസ്ചറും വാട്ടർ വേപ്പറും കൊണ്ട് സാച്ചുറേറ്റ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത്. ഇനി അതാണ് സാച്ചുറേഷൻ പോയിന്റ്, ദ സ്പെസിഫിക് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ എയർ റീച്ചസ് ഫുൾ സാച്ചുറേഷൻ. നമ്മൾ എയർ ഫുൾ സാച്ചുറേഷൻ ആവുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ്, സ്പെസിഫിക് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെസിഫിക് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടൻസേഷൻ ഫിഗർ ഉണ്ടല്ലേ, നമ്മൾ ഇത്രയും നേരം സാച്ചുറേഷനെ കുറിച്ച് നമ്മൾ ഹ്യൂമിഡിറ്റി കോൺസെപ്റ്റ് പഠിച്ചാൽ നമുക്ക് ഇനി കണ്ടൻസേഷൻ പഠിക്കണം. കണ്ടൻസേഷൻ എന്താണ്? കണ്ടൻസേഷൻ വേറെ ഒന്നുമല്ല, നമ്മുടെ വാട്ടർ വേപ്പർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ ലിക്വിഡായി മാറുന്ന ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് കണ്ടൻസേഷൻ ട്രിഗർ എന്തെന്ന് വെച്ചാൽ, വെൻ ദ അറ്റ്മോസ്ഫിയർ ഇസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത്, നമ്മുടെ വാട്ടർ വേപ്പറായിട്ട് നമ്മൾ വാട്ടർ വേപ്പർ പറഞ്ഞു, നമ്മൾ വാട്ടർ വേപ്പർ കൊണ്ട് നമ്മൾ അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ്ലി അത് സാച്ചുറേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ എന്ത് തുടങ്ങും, കണ്ടൻസേഷൻ. അതായത് ആ വാട്ടർ വേപ്പർ ലിക്വിഡായിട്ട് മാറാൻ തുടങ്ങും. ഇതാണ് എന്തെന്ന് പറയുന്നത്, കണ്ടൻസേഷൻ ട്രിഗർ എന്ന് പറയുന്നത്. സോ നമ്മൾ കണ്ടൻസേഷൻ എന്താ, കണ്ടൻസേഷൻ വേറെ ഒന്നുമല്ല, നമ്മുടെ വാട്ടർ വേപ്പർ നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്, നമ്മൾ H2O എന്താണ്, H2O കംപ്ലീറ്റ്ലി അത് ലിക്വിഡായിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടൻസേഷൻ ഉണ്ടാവാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ്ലി എന്തായിരിക്കണം, സാച്ചുറേറ്റഡ് ആയിരിക്കണം. എന്തുവഴി, നമ്മൾ വാട്ടർ വേപ്പർ കൊണ്ട് സാച്ചുറേറ്റഡ് ആയിരിക്കണം. അപ്പം മാത്രമേ കണ്ടൻസേഷൻ തുടങ്ങത്തുള്ളൂ. സോ നമ്മൾ കണ്ടൻസേഷൻ കുറച്ച് ഫോംസ് ഉണ്ട്. കണ്ടൻസേഷൻ്റെ മെയിനായിട്ട് 4 ഫോമാണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡ്യൂ, രണ്ടാമത്തത് ഫ്രോസ്റ്റ്, 3 മിസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്താണ്, നമ്മുടെ ഫോഗും ക്ലൗഡ്സ്. അപ്പം 4 ഫോംസ് ആണ് കണ്ടൻസേഷന് പ്രധാനമായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, നമ്മൾ ഡ്യൂ എന്ന് പറയുന്നത് എന്താണ്, അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? രാത്രി സമയങ്ങളിൽ നമ്മൾ ഡ്യൂറിങ് ദ നൈറ്റ് എന്താണ്, സർഫസ്, നമ്മൾ എർത്ത് സർഫസ് എന്താണ്, കൂൾ ചെയ്യും അല്ലേ. സോ ഈ വാട്ടർ വേപ്പർ കണ്ടൻസ് ഇൻ ടു ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ദാറ്റ് ക്ലിങ് ടു ദ ഗ്രാസ് ടിപ്സ്, ലീഫ് ബ്ലേഡ്സ് ആൻഡ് അതർ കോൾഡ് സർഫസ്. അതായത് നമ്മൾ രാത്രി സമയങ്ങളിൽ നമ്മൾ എർത്ത് സർഫസ് എന്താണ്, കൂൾ ചെയ്യാൻ നേരത്തെ ഈ വാട്ടർ വേപ്പർ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്തെന്ത് ലിക്വിഡായിട്ട് മാറും. അതപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? എന്താണ് ഡ്യൂ എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാവിലെ സമയങ്ങളിലൊക്കെ നമ്മൾ എണീറ്റ് നോക്കിയാൽ നമുക്ക് ചില ചെടികളുടെയൊക്കെ തുമ്പിലായിട്ട്, നമ്മുടെ ഇലകളുടെയൊക്കെ തുമ്പിലായിട്ട് എന്താണ്, വെള്ളത്തുള്ളികൾ ഇരിക്കുന്ന കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഡ്യൂസ് എന്ന് പറയുന്നത്, നമ്മൾ ഡ്യൂ എന്ന് പറയുന്നത്.
സോ സെക്കൻഡ് വൺ എന്താണ് നമ്മുടെ ഫ്രോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മുടെ ഒക്കസ് വെൻ അവർ ദ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ 0°C ആവുമ്പോൾ 0°C താഴേക്ക് പോകും ബിലോ ആവാൻ നേരത്താണ് എന്തുണ്ടാവുന്നത് ഫ്രോസ്റ്റ് ഉണ്ടാവുന്നത്. എപ്പോഴാണ് നമ്മൾ നൈറ്റ് ടൈമിലാണ് ഉണ്ടാവുന്നത്. ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസ് ആർ ഫോംഡ് ഇൻ നമുക്ക് ലിക്വിഡ് നമ്മൾ ഡ്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലിക്വിഡ് ഫോം ആണെങ്കിൽ ഡ്യൂ എപ്പോഴും ലിക്വിഡ് ആയിട്ടുള്ളൊരു ഫോമാണ്. പക്ഷെ നമ്മൾ ഫ്രോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഫ്രോസ്റ്റ് എപ്പോഴും എന്താണ് ഐസ് ക്രിസ്റ്റൽസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഐസ് ക്രിസ്റ്റൽസ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ നമ്മുടെ രാത്രി സമയങ്ങളിൽ നമ്മുടെ ടെമ്പറേച്ചർ 0°C താഴോട്ട് പോകുമ്പോഴാണ് ആരുണ്ടാവുന്നത് ഫ്രോസ്റ്റ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് എന്താണ് നമ്മുടെ മിസ്റ്റ് ആൻഡ് ഫോഗ് എന്ന് വെച്ചാൽ ഫോമഡ് എസ് എ റിസൾട്ട് ഓഫ് കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ അറൌണ്ട് ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസ്. നമ്മുടെ ലോവർ അറ്റ്മോസ്ഫിയർ എടുക്കുകയാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ലോവർ പാർട്ടിൽ എന്താണ് നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ചുറ്റുമായിട്ട് എന്താ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്യും. ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത് മിസ്റ്റും ഫോഗും ഉണ്ടാവുന്നത്. സോ ഫോഗ് ആൻഡ് മിസ്റ്റ് ആർ ഡിസ്റ്റിംഗ്വിഷ്ഡ് പ്രൈമർലി ബേസ്ഡ് ഓൺ ദ റേഞ്ച് ഓഫ് വിസിബിലിറ്റി. നമുക്ക് ഫോഗും മിസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും രണ്ടും ഒരു കാര്യമല്ല. ഫോഗും മിസ്റ്റും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്സ് ആണ്. അതായത് ഫോഗും മിസ്റ്റും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് എങ്ങനെ അത് തിരിച്ചറിയാമെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദ റേഞ്ച് ഓഫ് ദ വിസിബിലിറ്റി. നമുക്ക് അതിൻ്റെ വിസിബിലിറ്റി എത്രത്തോളം നമുക്ക് കാണാൻ പറ്റും എന്നനുസരിച്ചാണ് മിസ്റ്റും ഫോഗും നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നത്. അടുത്തത് ഏതാ ക്ലൗഡ്സ്. നമ്മുടെ ക്ലൗഡ്സ് ആണ്. ക്ലൗഡ്സ് എന്ന് പറയുന്നത് formed as a result of condensation on tiny dust particles in the atmosphere. സോ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ എന്താണ് ടൈനി ആയിട്ട് നല്ല ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ചുറ്റും എന്താണ് വാട്ടർ വേപ്പറിന് കണ്ടൻസ് ചെയ്യപ്പോഴാണ് നമ്മുടെ ക്ലൗഡ്സ് ഉണ്ടാവുന്നത്. സോ ഇവിടെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. എന്താണ് ഡ്രോപ്ലെറ്റ്സ് എന്തായിരിക്കണം, ഡ്രോപ്ലെറ്റ്സ് ആർ ലെസ് ദാൻ 0.001 സെന്റിമീറ്റർ ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ ഡ്രോപ്ലെറ്റ്സ് എപ്പോഴും എന്താണ് 0.001 സെന്റിമീറ്റർ ഡയമീറ്ററിനെയും കാട്ടിയും കുറവായിരിക്കണം. Because of this extremely small size, they remain suspended in the atmosphere. Small size ഇത്രയും ചെറിയ 0.001 എന്ന് പറയുമ്പോൾ അവിടെ അത്രയും എന്താണ് സൈസ് കുറവാണ്. അപ്പോൾ ഈ സൈസ് കുറവാകുന്നതുകൊണ്ട് തന്നെ എന്താണ് അവിടെ എക്സ്ട്രീംലി സ്മോൾ സൈസ് ആയിരിക്കും. സ്മോൾ സൈസായിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ക്ലൗഡ്സ് പറഞ്ഞു. ക്ലൗഡ്സ് എന്താണ് അതിൻ്റെ അപ്പിയറൻസ്, അത് എങ്ങനെയാണ് ഇരിക്കുന്നതും നമ്മുടെ ഹൈറ്റ് അറ്റ്മോസ്ഫിയറിൽ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നതും അത് ഫോർമേഷൻ അനുസരിച്ച് നമ്മുടെ ക്ലൗഡ്സ് പ്രധാനമായിട്ടും കുറച്ച് ക്ലാസിഫൈ ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലൗഡ്സ് എന്താണ് സിറസ് ക്ലൗഡ്സ്. സോ സിറസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത് നല്ല തിന്നായിട്ടുള്ള ഫെദർ ലൈക്ക് നമ്മൾ ആകാശത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നോക്കാൻ പറ്റുന്നില്ല തിന്നായിട്ടുള്ള നല്ല ഫെദർ ലൈക്ക് ക്ലൗഡ്സിനെ കാണുവാണെങ്കിൽ ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഹയർ ആൾട്ടിറ്റ്യൂഡ്സിൽ നല്ല എലിവേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പോർഷനിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ത് ഫെദർ ലൈക്ക് നമ്മളെ ഹെയർ ലൈക്ക് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. സിറസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഫെദർ അല്ലെങ്കിൽ ഹെയർ എന്നാണ് അർത്ഥം. ഹെയറി അപ്പിയറൻസ് ആയിരിക്കും. അത്രയും ഫെദർ ആയിട്ട് തിന്നായിട്ട് കാണപ്പെടുന്ന ക്ലൗഡ്സ് ഏതാണ് സിറസ് ക്ലൗഡ്സ്. സോ സ്ട്രാറ്റസ്, നെക്സ്റ്റ് വൺ ഈസ് സ്ട്രാറ്റസ് ക്ലൗഡ്സ്. സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും തിക്ക് ലെയേർഡ് ക്ലൗഡ്സ് ആണ്. സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ എന്താ ലെയർ എന്നാണ് അർത്ഥം. സോ ലെയേർഡ് ക്ലൗഡ്സ് നമ്മൾ ആകാശത്ത് ലോവർ അറ്റ്മോസ്ഫിയറിൽ എന്താണ് ലെയേർഡ് ആയിട്ടുള്ള ക്ലൗഡ്സ് ആണെങ്കിൽ അതാണ് എന്ത് സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അടുത്ത എന്താ നമ്മുടെ ക്യുമുലസ് ക്ലൗഡ്സ്. നമ്മൾ ഈ കോട്ടൺ പഞ്ഞി നമ്മൾ എടുക്കൂലേ അതുപോലെ ഇരിക്കുന്ന നമ്മൾ ക്ലൗഡ്സിനെയാണ് നമ്മൾ ക്യുമുലസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അതെന്താണ് ഇൻറ്റൻസ് ആയിട്ടുള്ള കൺവെക്ഷൻ കാരണമാണ് ഉണ്ടാവുന്നത്. സോ നമുക്ക് പ്രധാനമായിട്ടും 4 തരം ക്ലൗഡ്സ് ആണ് ഉണ്ടാകുന്നത്. അടുത്ത ഏതാണ് നിംബസ് ക്ലൗഡ്സ് ആണ്. നിംബസ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അർത്ഥം ഡാർക്ക് എന്നാണ് അർത്ഥം. സോ നിംബസ് എന്ന് പറയുന്നത് ഡാർക്ക് ആയിട്ടുള്ള റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് ആണ്. നമ്മൾ മഴയ്ക്ക് കാരണമാവുന്ന ക്ലൗഡ്സ് ആണ് ആര് നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ലോവർ അറ്റ്മോസ്ഫിയറിലായിരിക്കും കാണപ്പെടുന്നത്. സോ ദ ഡാർക്ക് കളർ ഈസ് ഡ്യൂ ടു തിക്ക് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ് ദാറ്റ് പ്രിവെന്റ്സ് സൺലൈറ്റ് ഫ്രം പെനട്രേറ്റിംഗ്. അപ്പോൾ ഈ നിംബസ് ക്ലൗഡ്സിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നിംബസ് ക്ലൗഡ്സ് ആണ് നമ്മൾ റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അത് ഡാർക്ക് ആയിരിക്കും. നിംബസിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡാർക്ക് എന്നാണ് അർത്ഥം. സോ ഇത് റെയിൻ കോസിങ് നമ്മൾ റെയിൻ ബിയറിംഗ് ആയിട്ടുള്ള ക്ലൗഡ്സ് ആണ്. ഇത് എങ്ങനെ ഡാർക്ക് കളർ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്ലൗഡ്സിൽ എന്തുണ്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ കോൺസെൻട്രേഷൻ അത്രയും തിക്കായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സൺലൈറ്റ് അതിലേക്കൂടെ പെനട്രേറ്റ് ചെയ്ത് വരാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് അത്രയും ഡാർക്ക് ആയിട്ടൊരു കളറിൽ കാണപ്പെടുന്നത്. സോ അടുത്തത് കോമ്പിനേഷൻ ക്ലൗഡ്സ് ആണ്. കോമ്പിനേഷൻ ക്ലൗഡ്സ് നമുക്ക് കുറേ ക്ലൗഡ്സ് ഉണ്ട്. നമുക്ക് എന്താണ് നമുക്ക് കുറേ ഡിഫറെൻറ്റ് കുറേ ക്ലൗഡ്സിനെ പഠിച്ചില്ലേ നമ്മൾ സിറസ്, സ്ട്രാറ്റസ്, നിംബസ്. അതുപോലെ ഈ ക്ലൗഡ്സ് എല്ലാം ഒരുമിച്ച് നമ്മൾ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് ഏതൊക്കെ ക്ലൗഡ്സ് ഉണ്ടാവുന്നത്
സിറോസ്ട്രാറ്റസ് ഉണ്ടാവുന്നത്, സ്ട്രാറ്റോ ക്യൂമുലസ് ഉണ്ടാവുന്നത്, ക്യൂമുലോ നിംബസ് ഉണ്ടാവുന്നത്, നിംബോ സ്ട്രാറ്റസ് ഉണ്ടാവുന്നത്. ഇതെല്ലാം എന്താണ്? കോമ്പിനേഷൻ ആണ്, ഓരോ ക്ലൗഡ്സിന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഓരോ ഫിഗർ തന്നിട്ടുണ്ട്. സോ സിറസ് ക്ലൗഡ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താ ഹെയർ ആയിട്ട് നമ്മൾ ഹെയറി ആയിട്ടുള്ള ഫെദർ കണക്കാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഹയർ ലാറ്റിറ്റ്യൂഡ്സിലാണ് കാണപ്പെടുന്നത്. പക്ഷെ നമ്മൾ ക്യൂമുലസ് ക്ലൗഡ്സ് നോക്കാൻ നേരത്തെ ഒരു പഞ്ഞി എടുത്ത് വെച്ചാണ് കാണാൻ ഇരിക്കുന്നത്. നമ്മൾ ക്യൂമുലസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത് ലോവർ അറ്റ്മോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ നമ്മൾ നിംബസ് ക്ലൗഡ്സ് പറഞ്ഞു. എന്താണ് നിംബസ് ക്ലൗഡ്സിന്റെ പ്രത്യേകത? ഡാർക്ക് ആയിട്ടുള്ള റെയിൻ ബിയർ, നമ്മളെ മഴയ്ക്ക് കാരണമാവുന്ന ക്ലൗഡ്സ് ആണ് ആര്? നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. സ്ട്രാറ്റസ് നമ്മൾ പറഞ്ഞു എന്താണ്? ലെയർ ഉണ്ട്, ഓരോ ലെയർ ആയിട്ടാണ് നമുക്ക് ആകാശത്ത് കാണുന്നത്. സോ ഓരോ ലെയർ ആയിട്ടിരിക്കുന്ന ക്ലൗഡ്സ് ആണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. സോ അടുത്തത് നമ്മൾ കണ്ടൻസേഷൻ പഠിച്ചു. അടുത്ത എന്താണ്? നമുക്ക് പ്രസിപ്പിറ്റേഷൻ ആണ് പഠിക്കാനുള്ളത്. പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ഈ കണ്ടൻസേഷൻ അധികമാവുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള കണ്ടൻസേഷൻ നടക്കുമ്പോൾ എന്താണ്? നമ്മുടെ ക്ലൗഡ്സിലുള്ള അതായത് വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ സൈസും അതുപോലെ തന്നെ കൂടി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറ്റ്മോസ്ഫിയറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു മാക്സിമം റെസിസ്റ്റൻസ് ഉണ്ട്. ഈ മാക്സിമം റെസിസ്റ്റൻസിൽ നിന്ന് കൂടിപ്പോയാൽ എന്ത് ചെയ്യും? നമ്മുടെ ക്ലൗഡ്സിൽ നിന്ന് ഇത് താഴോട്ട് വരാൻ തുടങ്ങും. നമ്മുടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് താഴോട്ട് വരാൻ തുടങ്ങും. വേരിയസ് ഫോംസ് ആയിട്ടാണ് താഴോട്ട് വരുന്നത്. ഫസ്റ്റ് നമുക്ക് മനസ്സിൽ എന്തുണ്ട്? റെയിൻഫാൾ ഉണ്ടല്ലേ. സോ ഫസ്റ്റ് എന്താണ്? പ്രസിപ്പിറ്റേഷന്റെ ഫസ്റ്റ് ഫോം ഏതാണ്? റെയിൻഫാൾ ആണ്. സോ റെയിൻഫാൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഫോമാണ് പ്രസിപ്പിറ്റേഷന്റെ. അതെന്ത്? ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പം റെയിൻഫാൾ മാത്രമല്ല പ്രസിപ്പിറ്റേഷന്റെ ഫോം എന്ന് പറയുന്നത്. വേറെ ആരുണ്ട്? നമ്മുടെ സ്നോഫാൾ ഉണ്ട്. സ്നോഫാൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോൾഡ് ക്ലൈമാറ്റിക് റീജിയൻസിൽ കാണപ്പെടുന്ന ഒരു പ്രസിപ്പിറ്റേഷന്റെ ഫോമാണ് സ്നോഫാൾ എന്ന് പറയുന്നത്. അടുത്ത 0 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരിക്കും. അതാണ് നമ്മുടെ ടെമ്പറേച്ചർ കണ്ടീഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് നമ്മുടെ ഹെയിൽസ്റ്റോൺസ് എന്താ? നമ്മൾ ആലിപ്പഴം എന്നാ പറയുന്ന കാര്യമാണ് എന്താണ് ഹെയിൽസ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെയിൽസ്റ്റോൺസ് എന്താ നമുക്കറിയാം? ഫോംഡ് വെൻ ഫാളിംഗ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫ്രം ദ ക്ലൗഡ്സ് അണ്ടർ റിപ്പീറ്റഡ് കണ്ടൻസേഷൻ. അപ്പം താഴോട്ട് വരുമ്പോൾ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിന്റെ താഴോട്ട് എന്താണ്? മഴ വരില്ലേ. ഈ മഴ വരുമ്പോൾ നമ്മൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വരാൻ നേരത്തെ എന്താണ്? ഈ ഓരോ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഓരോ ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. ഈ ഓരോ ഡിഫറെന്റ് ലെവൽസിൽ വെച്ച് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പിന്നെയും കണ്ടൻസ് ചെയ്ത് താഴോട്ട് നമ്മുടെ ഗ്രൗണ്ടിലോട്ട് വരാൻ നേരത്തെ എന്തായിട്ട്? പെല്ലറ്റ്സ് ആയിട്ട് വരും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെയിൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. സോ നമുക്ക് റെയിൻഫാൾ നോക്കാം. നമ്മൾ റെയിൻഫാൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 തരം റെയിൻഫാൾ ആണ്. മെയിൻ ടൈപ്പ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓറോഗ്രാഫിക് റെയിൻഫാൾ അല്ലെങ്കിൽ നമ്മുടെ റിലീഫ് റെയിൻഫാൾ എന്ന് പറയുന്നത്. സോ ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറയുന്നത് എന്താ? ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു മൗണ്ടെയിൻ കൺസിഡർ ചെയ്യുക. അപ്പം നമ്മുടെ അടുത്തായിട്ട് സീ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ സീയിൽ നിന്ന് എന്താണ്? നമ്മൾ നല്ല മോയിസ്റ്റ് വിൻഡ് നമ്മൾ മൗണ്ടെയിനിൽ കൂടെ വരാൻ നേരത്ത് ഈ സൈഡിനെയാണ് നമ്മൾ വിൻഡ്വാർഡ് സൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ സൈഡ് നമ്മുടെ ലീവാർഡ് സൈഡ് എന്ന് പറയും. നമ്മളൊരു മൗണ്ടെയിൻ്റെ ലീവാർഡ് സൈഡ് എന്ന് പറയും. സോ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ വരാൻ നേരത്ത് ഈ വിൻഡ് മുകളിലോട്ട് പോവുകയും അവിടെ വെച്ച് കണ്ടൻസ് ചെയ്ത് മഴയ്ക്ക് കാരണമാവുകയും ചെയ്യും. സോ ഇതാണ് വിൻഡ്വാർഡ് സൈഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ വിൻഡ് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കാൻ നേരത്ത് താഴോട്ട് വരും. ഇതിപ്പോൾ മുകളിലോട്ട് പോകാൻ നേരത്ത് എന്ത് ചെയ്യുക? അവിടെ വെച്ച് കണ്ടൻസ് ചെയ്ത് അവിടെ വെച്ച് മുകളിലോട്ട് പോയി കണ്ടൻസ് ചെയ്ത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ പോയി കണ്ടൻസ് ചെയ്താണ് ഇവിടെ മഴ പെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ എയർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ നേരത്തെ താഴോട്ട് വരുമല്ലേ. നമ്മൾ ഈ ഒരു ലീവാർഡ് സൈഡിലോട്ട് വരും, താഴോട്ട് വരുന്നത് ഡിസെൻഡ് ചെയ്യാൻ നേരത്ത് ഇവിടെ പ്രത്യേകിച്ച് മഴയൊന്നും കാണാത്തൊരു ഏരിയയാണ്. അതാണ് നമ്മൾ ലീവാർഡ് സൈഡ് അല്ലെങ്കിൽ നമ്മൾ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ലീവാർഡ് സൈഡ് എപ്പോഴും റെയിൻ ഷാഡോ റീജിയൻ ആയിരിക്കും. വിൻവാർഡ് സൈഡ് എന്ന് പറയുമ്പോൾ മഴയുള്ള സ്ഥലമായിരിക്കും. അത് സിംപ്ലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൗണ്ടെയിൻ എടുക്കുകയാണെങ്കിൽ ആ മൗണ്ടെയിനിൽ മോയിസ്റ്റ് വിൻഡ് വരുവാണെങ്കിൽ മോയിസ്റ്റ് വിൻഡ് എന്ത് ചെയ്യും? മുകളിലോട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ പോയി അവിടെ വെച്ചത് കണ്ടൻസ് ചെയ്ത് മഴയായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. സോ ഈ വിൻഡ് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഫ്ലോ ചെയ്യുവാണെങ്കിൽ ലീവാർഡ് സൈഡ് താഴോട്ട് വരും. ഡിസെൻഡ് ചെയ്ത് താഴോട്ട് വരാൻ നേരത്ത് അവിടെ പ്രത്യേകിച്ച് റെയിൻഫാളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. സോ ഈ റെയിൻഫോൾ ഇല്ലാത്ത ഈ ലീവാർഡ് ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെയിൻ ഷാഡോ റീജിയൻസ് എന്ന് പറയുന്നത്. സോ അടുത്ത എന്താണ്? കൺവെക്ഷണൽ റെയിൻഫാൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എർത്ത് സർഫസ് ഹീറ്റ് ആവുകയാണ്. അപ്പോൾ എർത്ത് സർഫസ് ഹീറ്റ് ആവാൻ നേരത്ത് നമ്മുടെ എയറും അതുപോലെ തന്നെ ഹീറ്റ് ചെയ്ത് റൈസ് അപ്പ് ആവുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ എയറും അതുപോലെ റൈസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ എയർ റൈസ് ചെയ്ത് കണ്ടൻസ് ചെയ്ത് ക്ലൗഡായിട്ട്
നമ്മുടെ മഴയായിട്ട് തിരിച്ചു വരുന്നു. ഇതാണ് നമ്മുടെ കൺവെക്ഷൻ റെയിൻഫോൾ എന്ന് പറയുന്നത്. സോ ഇത് പ്രധാനമായിട്ട് നടക്കുന്നത് നമ്മുടെ സമ്മർ സീസൺ ആയത് നല്ല ഇന്റൻസ് സോളാർ ഹീറ്റ് നടക്കുമ്പോഴാണ് കൺവെക്ഷൻ റെയിൻഫോൾ നടക്കുന്നത്. സോ ഇതിൽ പ്രത്യേക ഒരു ടൈപ്പ് ഓഫ് റെയിൻഫോൾ ആണ് എന്ത് 4 o'clock റെയിൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എയർ വാമായി, നമ്മൾ നേരത്തെ പറഞ്ഞ കൺവെക്ഷൻ മെത്തേഡ് വഴി എന്താണ് നമ്മൾ എയർ ഹീറ്റായി മുകളിലോട്ട് പോയി ഹയർ ലാറ്റിറ്റ്യൂഡിൽ എത്തി നമ്മൾ ഹെവി കണ്ടൻസേഷൻ നടക്കാൻ നേരത്ത് അത് ഇനഫ് കണ്ടൻസേഷൻ അവിടെ നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു ആഫ്റ്റർനൂൺ ആവുമ്പോൾ തന്നെ നമ്മളൊരു ആഫ്റ്റർനൂൺ ആവുമ്പോൾ എന്താണ് ഈ മഴയായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് താഴോട്ട് വരികയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ 4 o'clock റെയിൻസ് എന്ന് പറയുന്നത്. അതായത് എന്താണ് ഒരു ആഫ്റ്റർനൂൺ സമയത്ത് ഡൗൺ പോർ ചെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നത് കൊണ്ടാണ് എന്താണ് 4 o'clock റെയിൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ലാസ്റ്റ് ടൈപ്പ് റെയിൻഫോൾ ഏതാണ്? സൈക്ലോണിക് റെയിൻഫോൾ അല്ലെങ്കിൽ ഫ്രണ്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. സൈക്ലോണിക് റെയിൻഫോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത് നമ്മൾ വാം എയറും നമ്മുടെ കോൾഡ് എയറും മാസും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റെയിൻഫോൾ ആണ് എന്ത് സൈക്ലോണിക് റെയിൻഫോൾ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കപ്പോൾ കാണാൻ പറ്റും, ഇവിടെ നിന്ന് ഒരു കോൾഡ് എയർ വീശുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് വാം എയറും വരുന്നുണ്ട്. ഈ ഒരു ബൗണ്ടറി പറയുന്ന പേരാണ് എന്ത് ഫ്രോണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഫ്രോണ്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. സോ ഈ കോൾഡ് എയറും വാം എയറും കൂടെ വരവാൻ നേരത്ത് മീറ്റ് ചെയ്യാൻ നേരത്ത് ഇവിടെ രണ്ട് മീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ എന്താണത്, ഈ നമ്മുടെ വാം എയർ ഈ കോൾഡ് എയറിനെ ഡിസെൻഡ് ചെയ്ത് മുകളിലോട്ട് പോയി, അത് ഇങ്ങനെ തട്ടി മുകളിലോട്ട് പോയി എന്താണ് കണ്ടൻസ് ചെയ്ത് ക്ലൗഡായിട്ട് മഴയായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുവാണ്. ഈ ഒരു റെയിൻഫോൾ ആണ് സൈക്ലോണിക് റെയിൻഫോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രോണ്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. ഈ ഒരു ബൗണ്ടറിയിലെ നമ്മൾ ഈ വാമും അതുപോലെ തന്നെ നമ്മൾ കോൾഡും നമ്മൾ വാമും തമ്മിലുള്ള ആ ഒരു ബൗണ്ടറിനെ പറയുന്ന പേരാണ് ഫ്രോണ്ട് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഫ്രോണ്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ ചാപ്റ്ററായിട്ട് കാണാം. താങ്ക് യു.